ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിമല സെമിനാരിയുടെ മാനേജർ പോൾ റമ്പാച്ചൻ, അസിസ്റ്റന്റ് മാനേജർ മാത്തുക്കുട്ടിയച്ചൻ, ഏറെ അനുഗ്രഹീതരായ മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വലിയ കരുണയിലെ ആശ്രയം വെച്ചുകൊണ്ട് നമ്മുടെ സ്കൂൾ വർഷം തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള ഒരു ദിവസമെന്നുകൂടെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് ഈ ദേവാലയത്തിൽ അല്പസമയമായിരിക്കുന്നത് ഏറെ നന്ന് എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. ഒന്നിലും വൈകാരികമായി ഇടപെടാതെ, ഒന്നിനാലും ബാധിക്കപ്പെടാതെ ഒരാൾ അയാളുടെ പരിസരത്തെയും ഉള്ളിനെയും നിശബ്ദമായി നോക്കിക്കാണുന്നു. ആ നിശബ്ദതയിൽ അയാൾക്കുള്ള ഉത്തരങ്ങൾ വെളിപ്പെട്ട് കിട്ടും. അതിവേഗത്തിലുള്ള റിയാക്ഷനുകളും റിവ്യൂകളും ചർച്ചകളും ഒക്കെ നടക്കുന്ന ഈ കാലത്ത് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ നിശബ്ദതയ്ക്ക് പൊന്നിൻ്റെ വിലയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങളോട് അല്പസമയം വചനത്തോട് ചേർന്ന് സംവേദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചെവി, നിങ്ങളുടെ കേൾവി എനിക്ക് വേണം. നിങ്ങളുടെ കാഴ്ച ഈ ദേവാലയത്തിൽ ഇതിൻ്റെ ഹൃദ്യമായ അനുഗ്രഹങ്ങളുടെ വെളിച്ചത്തിലായിരിക്കണം. നിങ്ങളുടെ നാവുകളും നിങ്ങളുടെ ടേസ്റ്റുകളും എല്ലാം ഒരുപോലെ ചേർത്തിണക്കി നമ്മുടെ ജീവിതത്തെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനെ പരിപൂർണമായും സമർപ്പിച്ച് ദേവാലയത്തിലായിരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞു, ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞു. വിസ്ഡം എറൈസ്, ലെറ്റ് us hear the holy gospel. ദിവ്യജ്ഞാനം അട്ടഹസിക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധിച്ച് നല്ലവണ്ണം ദൈവത്തിൻ്റെ വചനം കേൾക്കണം. നമ്മുടെ കാഴ്ചയെക്കുറിച്ച് വിശുദ്ധനായ മത്തായി ശ്ലീഹ തന്റെ സുവിശേഷം 6-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദ ലാംപ് ഓഫ് ദ ബോഡി ഈസ് ദ ഐ. ഇറ്റ് therefore your eye is good, your whole body will be full of light. But if your eyes is bad, your whole body will be full of darkness. ചിലപ്പോഴൊക്കെ ചില പ്രസംഗങ്ങൾ യൂട്യൂബിലൊക്കെ കേൾക്കും. ചിലപ്പോഴൊക്കെ അതിൻ്റെ അടിക്കുള്ള കമൻറ്റുകൾ നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവരുടെ കണ്ണുകൾ തുറക്കേണ്ട പോലെ തുറക്കാതെ അവരുടെ ഉള്ളിലുള്ള ബാഡ് ഫീലിങ്സുകൾ ആ പ്രസംഗകന്റെ മേൽ അടിച്ചേൽപ്പിച്ച് അയാളെ ഉപദ്രവിക്കുന്നത് കാണാൻ സാധിക്കും. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ സ്മെല്ല് വളരെ പ്രധാനപ്പെട്ടതാണ്. പുസ്തകമൊക്കെ തുറക്കുന്ന ഈ ജൂൺ 1 വരുമ്പോൾ എൻ്റെ ബാല്യകാലം ഓർക്കുന്നുണ്ട്. ആദ്യത്തെ പുസ്തകങ്ങൾ കൈ കിട്ടിയപ്പം മണപ്പിച്ചു നോക്കിയതും അന്നേരത്തെ ഒരു സ്മെല്ല് എത്ര വലുതായിട്ടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് മനസ്സിൽ കിടക്കുന്നത്. നമ്മുടെ ടേസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ടേക്ക്, ഈറ്റ്, ദിസ് ഈസ് മൈ ബോഡി വിച്ച് ഈസ് ബ്രോക്കൺ ഫോർ യു. നമ്മൾ നാവ് കൊണ്ട് കർത്താവിന്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുന്നു. ഫോർ ദ ഫോർഗിവ്നെസ് ഓഫ് സിൻസ്. അപ്പൊ നമ്മുടെ കണ്ണുകള്, കേൾവികള്, നമ്മുടെ മണങ്ങള്, നമ്മുടെ വായുകള്, പിന്നെ ഏറ്റവും അവസാനം നമ്മുടെ ടച്ച്. കുഷ്ഠരോഗിയായ മനുഷ്യനെ ക്രിസ്തു തൊട്ടു എന്നുള്ള ബോധ്യത്തോടെ നമുക്കൊരു സ്പർശനമുണ്ടാകണം. അല്ലാത്ത സ്പർശനമൊക്കെ വെറും ഭോഗ ആലസ്യത്തിൻ്റെതായിത്തീരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വൈതരണി. അതുകൊണ്ട് ഈ പഞ്ച ഇന്ദ്രിയങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുമ്പോൾ അവിടെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, 10 കിന്നരമെന്ന് പറയുമ്പോൾ ഈ 5 പഞ്ചേന്ദ്രിയങ്ങൾ ധ്യാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ 5 ഇന്ദ്രിയങ്ങൾ കൂടെ നിങ്ങളിൽ വർദ്ധിക്കും. നിങ്ങളുടെ കേൾവികൾ ഒരന്തർജ്ഞാനത്തിലേക്ക് നിങ്ങളെ വഴി നടത്തും.
നിങ്ങളുടെ കണ്ണുകൾ ഒരു ഇൻസൈറ്റിലേക്ക് നിങ്ങളെ നയിക്കും. നിങ്ങളുടെ മണങ്ങൾ, ധൂവക്കുറ്റിയുടെ സുഗന്ധം ഉൾപ്പെടെ നന്മയുടെ കുസുമങ്ങൾ ആ ഒരു വലിയ സ്മെല്ലുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മുടെ രുചി അത് ലോകപ്രകാരമുള്ള ചില കെമിക്കലിട്ട് വെക്കുന്ന ഭക്ഷണങ്ങളിൽ കുടുങ്ങിപ്പോകാതെ യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നത് പോലെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ ഇരുന്ന് വചനം കേട്ട് ആ വചന കേൾവിയിലൂടെ ഒരു കൈസ്പർശനം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരോട് ഒരുപാട് സുവിശേഷിക്കേണ്ട സ്വാന്തനത്തിന്റെ ഒരു അനുഭവമായി തീരും. സംഘർഷങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യരോട് സാരമില്ലടോ എന്ന് പറയുമ്പോൾ അവരിലുണ്ടാകുന്ന ഒരു സുവിശേഷമായി നമ്മുടെ ടച്ചുകൾ മാറുമ്പോഴാണ് അതേറെ അനുഗ്രഹമായി തീരുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. കൊളംബിയൻ എഴുത്തുകാരൻ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് തന്റെ ജീവിതകഥ എഴുതാൻ നിയോഗിക്കപ്പെട്ട ജെറാൾഡ് മൾട്ടിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എവരി വൺ ഹാസ് 3 ലൈഫ്സ്. എല്ലാവർക്കും 3 തരത്തിലുള്ള ജീവിതമുണ്ട്. അദ്ദേഹം പറയുന്നു, എ പബ്ലിക് ലൈഫ്, ഒന്ന് പൊതുവായിട്ടുള്ള ജീവിതം, 2 പ്രൈവറ്റ് ലൈഫ്, നമ്മുടെ കുടുംബജീവിതവും നമ്മുടേതായ അനുഭവവും, ഏറ്റവും അവസാനം പറയാൻ എ സീക്രട്ട് ലൈഫ്, ഒരു സുരക്ഷിതമായി നമ്മൾ ഒരു രഹസ്യ ജീവിതം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ദേവാലയത്തിൽ നമ്മുടെ പബ്ലിക് ലൈഫും നമ്മുടെ പ്രൈവറ്റ് ലൈഫും നമ്മുടെ സീക്രട്ട് ലൈഫും ഒരുപോലെ ചേർന്ന് നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവത്തിന്റെ അടുക്കലാണ് നിങ്ങളായിരിക്കുന്നതെന്നുള്ള ബോധ്യത്തോടെ ഈ ധ്യാനത്തെ ശ്രവിക്കുവാനായി സാധിക്കണം. അതുകൊണ്ട് തന്നെ മനഃശാസ്ത്രത്തിന് ജൊഹാരി വിൻഡോ എന്ന് പറയുന്ന ഒരു ടെക്നിക്കുണ്ട്. ജൊഹാരി വിൻഡോ എന്ന് പറയുന്ന ഒരു ടെക്നിക്കിൽ പറയുന്ന ഒരാൾക്ക് അവനോടും മറ്റുള്ളവരോടുമുള്ള ബന്ധങ്ങളെ അടിസ്ഥാനമാക്കി അയാളുടെ സ്വഭാവത്തെ ചില പ്രത്യേകത കണ്ടെത്താൻ സഹായിക്കുന്ന ഒന്നാണ്. ഈ വിൻഡോയ്ക്ക് 4 അറകൾ ഉണ്ടെന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. ഒന്നാമത്തെ അറയെക്കുറിച്ച് പറയുന്നത് ഓപ്പൺ ഏരിയ. ഓപ്പൺ ഏരിയ, ഈ വിൻഡോയുടെ ഒന്നാമത്തെ അറ ഓപ്പൺ ഏരിയ ആണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, എനിക്കറിയാം, മറ്റുള്ളവർക്കും അറിയാം. ഞാൻ ഈ പറയുന്നത് ഫിലോസഫിയായി നിങ്ങളുടെ മനസ്സിൽ തോന്നരുത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. എനിക്കും അറിയാവുന്നതും മറ്റുള്ളവർക്കും അറിയാവുന്ന കാര്യമുണ്ട്. വചനം കേൾക്കുമ്പോൾ ചിലരൊക്കെ പറയും, ഓ ഇത് നമ്മൾ എത്ര വചനം കേട്ടതാ, ഇതുപോലെ എത്ര പ്രസംഗം കേട്ടതാ. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഒരു വിവാഹ കൂദാശയില് സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ മുഖ്യ കാർമ്മികനായ തിരുമേനി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ആ ഒരു സൈഡിലോട്ട് മാറി ഞാൻ അവിടെ കസേരയിരിക്കുമ്പോൾ എന്നോട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിക്കാരൻ, ഞാനിരുന്ന മുൻ പള്ളിയിലാണ്, അദ്ദേഹം എൻ്റെ കർത്തകുപ്പായത്തെ ഇങ്ങനെ തോണ്ടിയിട്ട് അദ്ദേഹം പറയുകയാണ്, അച്ഛാ ഞായറാഴ്ചയല്ലേ, ഇത്രയും നേരം പ്രസംഗിക്കേണ്ട തിരുമേനിയോടൊന്ന് പറ, ഇത്രയൊന്നും പ്രസംഗിച്ചാലൊന്നും ഈ ആളുകൾ നന്നാവുകയില്ല. അച്ഛൻ എന്നെ അറിയത്തില്ലയോ, ഞാൻ ആരെങ്കിലും പറഞ്ഞാന്ന് നന്നായത്, ഞാൻ സ്വയം തീരുമാനിച്ചല്ലേ നന്നായത്. നമുക്കറിയാം. അപ്പൊ ജീവിതത്തിൽ ഈ ഓപ്പൺ വിൻഡോയുടെ പ്രത്യേകതയാണ് എനിക്കറിയാം, മറ്റുള്ളവർക്കും അറിയാം. എനിക്കറിയാവുന്നത് മറ്റുള്ളവർക്കറിയാം, മറ്റുള്ളവർക്കറിയാവുന്നത് എനിക്കും അറിയാം. അങ്ങനെ നമ്മൾ പൊതുവെ കോമണായി കാണുന്ന ചില അനുഭവങ്ങളുണ്ട്. രണ്ടാമത് പറയുന്ന ഒരു കാര്യം ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു തലമാണ്. അതെന്താ അറിയാമോ? എനിക്കറിയില്ല, മറ്റുള്ളവർക്കറിയാം. ഇതിന് ഉദാഹരണം പറഞ്ഞാല് ഏതെന്നറിയാമോ? നമ്മുടെ മകളെ ഒരാൾ പ്രണയിച്ചാൽ നാട്ടുകാർക്കെല്ലാം അറിയാം, പക്ഷെ നമുക്ക് അറിയില്ല. എല്ലാരും വിചാരിക്കും ഈ മാതാപിതാക്കൾ അറിഞ്ഞിട്ട് എന്താണ് ഈ കൊച്ചിനെ നിയന്ത്രിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും കേൾക്കാം. പക്ഷെ ഒരു ബ്ലൈൻഡ് ഏരിയ ഉണ്ട്. അവിടെ ആ ബ്ലൈൻഡ് സ്പോട്ടിൽ എനിക്കറിയില്ല, മറ്റുള്ളവർക്ക് അറിയാം. ഇനി മറ്റൊരു ഏരിയ ആണ് ഹിഡൻ ഏരിയ. അതെന്തോ അറിയാമോ? ഹിഡൻ ഏരിയ എനിക്കറിയാം, മറ്റുള്ളവർക്ക് അറിയില്ല. ഇന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോ നമ്മളിൽ വരേണ്ട ഒരു അന്ധക്കരണം അതാണ് യഥാർത്ഥത്തിൽ. എനിക്കറിയാം, മറ്റുള്ളവർക്ക് അറിയില്ല. ഇവിടെ ധ്യാനത്തിലിരിക്കുമ്പോൾ
ഈ കയറ്റുവായിൽ നിങ്ങൾക്കറിയാം, പക്ഷെ മറ്റുള്ളവർക്കറിയാത്ത അനവധി പാപങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് കണ്ണുനീരോടൊന്ന് ഇറക്കി വെച്ചില്ലെങ്കിൽ വല്ല ആശ്വാസം കിട്ടുമോ? ഇല്ല. നാലാമത് പറയുകയാണ് അൺനോൺ. എനിക്കും അറിയില്ല, മറ്റുള്ളവർക്കും അറിയില്ല. ചില ഓർത്തഡോക്സുകാരങ്ങനെ, അവരെന്തുവാ, അവർക്കും അറിയില്ല, മറ്റുള്ളവർക്കും അറിയില്ല. ആരാധന എന്താണെന്ന്, എന്തിനാണെന്നുള്ളത് പലപ്പോഴും അറിയുന്നില്ലല്ലോ. നമുക്കറിയാം, സൂത്താറ പ്രാർത്ഥനയിൽ സ്ലീവാ നമസ്കാരത്തിൽ പറയുന്നുണ്ട്, സ്തുതി അനുതാപക്കാർ മുമ്പിൽ വാതിൽ തുറക്കും, രാജാവാമീശോ പാദകിയാം ഞാൻ അർത്തിപ്പൂ. എന്താ ഇവിടെ പറയും? സ്തുതി അനുതാപക്കാരുടെ മുമ്പിൽ, സ്തുതി എന്ന ആരാധനയുടെ മഹത്വത്തിൽ നിൽക്കുന്നവരുടെ മുമ്പിൽ വാതിൽ തുറക്കുന്ന രാജാവാണ് ദൈവം തമ്പുരാൻ. അതുകൊണ്ട് ഈ സ്തുതി അനുതാപക്കാരുടെ മുമ്പിൽ, അനുതപിക്കുന്ന നമ്മളുടെ മുമ്പിൽ വാതിൽ തുറക്കുന്ന രാജാവേ, ഞാൻ നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. പാതകിയാണ് ഞാൻ, മഹാപാതകിയാണ്. ഈ പാതകിയായ എന്നോട് എന്ത് ചെയ്യണം? കരുണ തോന്നണമേ, കരുണ തോന്നണമേ. ഈ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ധ്യാനത്തെ കാണുവാൻ സാധിക്കണം. അങ്ങനെയെങ്കിൽ ഞാനിവിടെ പറഞ്ഞ ജോഹാരി വിൻഡോയിൽ 4 തലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഓപ്പൺ ഏരിയ, ബ്ലൈൻഡ് സ്പോട്ട്, ഹിഡൻ ഏരിയ ആൻഡ് അൺനോൺ. ഇവിടെ മറ്റുള്ളവർ എന്നതിനു പകരം ഇവിടെ ഇരിക്കുമ്പോൾ ഭാര്യയെന്നോ കാമുകനെന്നോ പിന്നെ നമ്മുടെ ഫ്രണ്ടെന്നോ നാട്ടുകാരെന്നോ മക്കളെന്നോ എഴുതി നമ്മളൊരു സെൽഫ് അനാലിസിസ് നിർവഹിക്കണം. ധ്യാനം കഴിയുമ്പോൾ നമ്മളോട് സംവേദിക്കുന്ന ജീവിതത്തിന്റെ ജീവഗന്ധിയായ ജീവന്റെ മണമുള്ള തിരുവചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ സ്ഥലത്ത് ആരെങ്കിലും ചേർത്ത് വെച്ചിട്ട്, അത് നിങ്ങൾക്കേറെ ആപ്റ്റായിട്ടുള്ളതിനെ ചേർത്ത് വെച്ചിട്ട് ഒരു സെൽഫ് അനാലിസിസ് ഈ ധ്യാനത്തിന്റെ പൂർണ്ണതയിൽ നിങ്ങൾ നിർവഹിച്ചു മടങ്ങി പോകുമ്പോൾ ഈ യാത്ര ശുഭകരമാണ്. അനുതാപക്കാരത്തിൽ വാതിൽ തുറക്കുന്ന രാജാവായ യേശുവേ, ഈ പാതകിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മടങ്ങി പോകുവാനായി എനിക്ക് നിങ്ങൾക്കും സാധിക്കും. നമുക്ക് ദൈവസന്നിധിയിൽ തലകൾ മടങ്ങി പ്രാർത്ഥിക്കാം. ലായിസോൻ കുറിയേ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. യേശുവേ, ദാവീദ് പുത്ര, മഹാപാപിയായ എന്നോട് കരുണ ചെയ്യണമേ. തലകൾ ഉയർത്താം. വീണ്ടും നിങ്ങളുടെ ശ്രവണവും നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ മൂക്കും നിങ്ങളുടെ വായും നിങ്ങളുടെ സ്പർശനവുമെല്ലാം ദൈവത്തിൽ പരിപൂർണമായും സമർപ്പിക്കാം. ധ്യാനത്തിനായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന വേദഭാഗം
വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 11, 12, 13 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു. എന്നാൽ നിങ്ങളിലൊരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അധികം കൊടുക്കും. വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം ഏറെ ശ്രദ്ധേയമായ ഇതിവൃത്തമുള്ള ഒരു ഭാഗമാണ്. തുടങ്ങുന്നത് തന്നെ അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥന തീർന്നു കഴിയുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറയുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ 11-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം കർത്തൃപ്രാർത്ഥന, ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ലോകത്തെ ഏൽപ്പിച്ച കർത്തൃപ്രാർത്ഥനയുടെ ആ വലിയ വരികൾ തുടങ്ങുന്നു. വീണ്ടും അവിടെ ഒരു സ്നേഹിതൻ നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് അർദ്ധരാത്രിയിൽ നമ്മുടെ ഭവനത്തിൽ വരുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നു. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടുമെന്നൊക്കെയുള്ള മനോഹരമായ പദങ്ങളൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞതിന് ശേഷമാണ് ഈ വിശുദ്ധനായ ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ ഇവിടെ പറയുന്നത്, ഒരപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ എന്തോ കൊടുക്കുകയില്ല, കല്ല് കൊടുക്കുകയില്ല. മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുകയില്ല. മുട്ട ചോദിച്ചാൽ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന് ദൈവം അത്രയധികമായി തരും. ഒരുപാട് ഇതിവൃത്തങ്ങളും ഒത്തിരി ചിന്തകളും അടങ്ങിയിരിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾക്ക് എല്ലാ ഭാഗത്തിലൂടെ കടന്നു പോകാൻ പരിമിതമായ സമയം അനുവദിക്കുന്നില്ലല്ലോ. നമുക്ക് 3 കാര്യങ്ങൾ പറയുന്നതിൽ ഇടയ്ക്കുള്ള കാര്യത്തിലേക്ക് പോകാം. അവിടെ എന്താ ചോദിച്ചാൽ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കാറില്ല. മീൻ ചോദിച്ചാൽ അതാണോ കൊടുക്കേണ്ട യഥാർത്ഥത്തിൽ? അല്ല. മീൻ ചോദിച്ചാൽ മീനിനു പകരം പാമ്പിനെ കൊടുക്കുമോ? ദ സ്നേക്ക്, പാമ്പ്, ട്രിച്ചഡ് ദ ഹ്യൂമൻസ് ഇൻടു ഡിസൊബീഡിയൻസ്. മനുഷ്യരെ അനുസരണക്കേടിലേക്ക് നയിച്ച ജീവിയാണ് ഏത്? അപ്പോൾ ഇച്ചിരി മാറ്റി ചോദിച്ചേ, അനുസരണമുള്ള തലമുറയെ ചോദിച്ചാൽ അനുസരണക്കേട് കൊടുക്കുമോ? കൊടുക്കൂ. നമുക്കൊക്കെ അനുസരിക്കുന്ന പിള്ളേരെയല്ലേ ഇഷ്ടം. അതുകൊണ്ട് തന്നെ പേരൻറ്റിങ്ങിൽ ഒത്തിരി കുഴപ്പമുണ്ട്. അവരനുസരിക്കാത്ത രീതിയിൽ നമ്മൾ ചില നിർദ്ദേശങ്ങൾ കൊടുത്താൽ അനുസരിക്കാൻ ഒക്കുകയില്ല. നമ്മുടെ കുട്ടികളാണെങ്കിലും അവർക്ക് പറ്റുന്ന തരത്തിൽ അവരെ അനുസരിപ്പിക്കാൻ ശ്രമിക്കാവൂ. അപ്പൊ അനുസരണം എല്ലാവർക്കും ഇഷ്ടമാണ്. അനുസരണക്കേട് ലോകത്തിലേക്ക് വന്നത് പാമ്പിലൂടെയാണ്. ഉൽപ്പത്തി പുസ്തകം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഹൗ സർപ്പൻ ബിക്കെയിം സൈറ്റൻ. എങ്ങനെയാണ് ഈ പാമ്പ് ഒരു പിശാചായി മാറുന്നത്? പാമ്പ് ഒരു സാധാരണ ജീവിയാണല്ലോ, അത് സൈറ്റനായി മാറുന്നു. വേദപുസ്തകത്തിൽ ഇരമ്യാ പ്രവചനത്തിലും യെശയ്യാ പ്രവചനത്തിലും ഒക്കെ പറയുന്നുണ്ട്, ഞെട്ടറ്റു നിർജീവമായി നിലത്തു വീണ മാലാഖയാണ് യഥാർത്ഥത്തിൽ പിശാചി. അപ്പോൾ സ്വർഗത്തിരുന്ന ആളാണ്. ദൈവത്തിനു മേൽ തന്റെ സിംഹാസനം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഈ പിശാച് അല്ലെങ്കിൽ ഈ മാലാഖ താഴെ വീണു. അപ്പോൾ അതുകൊണ്ടാണ് ഈ മാലാഖ എപ്പോഴും, പിശാച് എപ്പോഴും ദൈവോധനം പറയും. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ മരുഭൂമിയിൽ തപസ് ചെയ്തിരിക്കുന്ന കർത്താവിന്റെ അടുക്കൽ ചെന്ന ആവർത്തന പുസ്തകത്തിൽ നിന്നാണ് ഈ പിശാച് സംസാരിച്ചത്. അപ്പോൾ ദൈവോധനം പിശാചിന് നല്ലോണം അറിയാം. എനിക്ക് തോന്നുന്നത് എന്നേക്കാൾ ഇവിടെ ഇരിക്കുന്ന ആളുകളെക്കാൾ ദൈവവചനം നന്നായിട്ട് അറിയാവുന്ന ആർക്കായിരിക്കും? അതുകൊണ്ട് ആ വചനം കൊണ്ട് ചിലർ വരും. നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല അത് ദൈവവചനമാണോ
പിശാചാന്ന് പറയുന്നത്. വചനം പറഞ്ഞാണ് വരുന്നത്. രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടിവെട്ടുന്ന പോലെ താഴെ ഷോക്കായി വീണ എത്രയോ മനുഷ്യരുണ്ട്. എൻ്റെ അച്ചോ, പള്ളിയിൽ ഇത്രയും നാൾ വന്നിട്ട് കിട്ടാത്ത എന്തോ ഒരു തിളയ്ക്കുന്ന ആത്മീകത കിട്ടി എന്നുള്ള ദാഹത്തോടെ. നമുക്കറിയാം യോഹന്നാൻ പത്മോസ് ദ്വീപിൽ എന്താ അനുഭവിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? ഏകനായിരിക്കുമ്പോ പത്മോസ് ദ്വീപിൽ യോഹന്നാൻ അനുഭവിച്ചെന്താ? ആത്മാവിന്റെ ആവേശമല്ല, ആത്മാവിന്റെ അവശതയല്ല, ആത്മാവിൽ വിവശനായി. അപ്പൊ ഇവിടെ ധ്യാനത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ വരണം? വിവശത വരണം. എന്താ വരണം? വിവശതയ്ക്ക് കുറെ ഒരുക്കം വേണം. ഇന്നലെ രാവിലെ റമ്പാച്ചൻ രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ധ്യാനം എടുക്കണം നാളെ. എനിക്ക് അന്നേരം മുതൽ അതിനുവേണ്ടി ഒരു മാനസിക ഒരുക്കം എൻ്റെ ഉള്ളിലിട്ട പരിശുദ്ധാത്മ നിയോഗ പ്രകാരമുള്ള ഒരു വാക്കാണ് റമ്പാച്ചൻ്റെ അന്നേരത്തെ. ഞാൻ അന്നേരം മുതൽ ഒരുങ്ങി ഇപ്പോഴും ഉപവാസത്തോടെ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ദൈവമേ ഈ മക്കൾക്ക് ആവശ്യമുള്ള കിട്ടണമെന്ന് എൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടാണ് ഈ അധിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ആത്മാവിന്റെ ആവേശവും അല്ല, ആത്മാവിന്റെ അവശതയാകരുത്. പിന്നെന്തോ വേണം? ആത്മാവിലൊരു വിവശത വേണം. അപ്പൊ ഈ വിവശത എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവ് നൽകുന്ന ഒന്നാണ് എന്ന് ചിന്തിക്കണം. അപ്പൊ ഇവിടെ നോക്കിയേ, ഹൗ സർപ്പന്റ് ബിക്കെയിം സൈറ്റൻ. കുടിലമായ തന്ത്രങ്ങളുമായിട്ട് ആര് വരുന്നോ അവരുടെ കയ്യിൽ ദൈവോധനം ഉണ്ടെങ്കിലും അവർ പെട്ടെന്ന് ആരായി മാറും? പിശാചായി മാറും. സൈറ്റൻ ഈസ് ദ ഗ്രേറ്റ് പ്രൊമോട്ടർ ഓഫ് ഫോൾസ്ഹുഡ്. തെറ്റുകൾ പ്രചരിപ്പിക്കുന്ന ആളിന്റെ പേരാണ് പിശാച് അല്ലെങ്കിൽ പാമ്പ്. അപ്പൊ പിള്ളേരുടെ മുമ്പിൽ തെറ്റ് പ്രചരിപ്പിക്കരുത്. സമൂഹത്തിന്റെ തെറ്റുകൾ ആ തെറ്റുകളായി അവിടെ നിൽക്കുമ്പോ നമ്മുടെ കുടുംബ അന്തരീക്ഷങ്ങളിൽ അതൊക്കെ വളരെ ഒന്ന് ഫിൽറ്റർ ചെയ്തു മാത്രമേ അവിടെയൊക്കെ പലതും പറയാവൂ. എവിടെ തെറ്റുകൾ പ്രചരിക്കുന്നുവോ അവിടെ ആരുണ്ട്? സാത്താനുണ്ട്. എവിടെ തെറ്റുകൾ പ്രചരിക്കുന്നുവോ അവിടെ സാത്താനുണ്ട്. അപ്പോ സഭയെ ചോദിച്ചാൽ പിശാചിനെ കൊടുക്കരുത്. അതതിൻ്റെ അർത്ഥം. സഭയെ ചോദിച്ചാൽ, മീൻ എന്ന് പറഞ്ഞാൽ എന്തിന്റെ പ്രതീകം എന്നറിയാമോ? സഭയുടെ പ്രതീകമാ. സഭയെ ചോദിച്ചാൽ എന്തിനെ കൊടുക്കരുത്? രാവിലെ എടുത്തു കൊടുക്കുന്ന എന്തുവാന്നൊക്കെ ആലോചിച്ചാൽ മതി. പണ്ടാണെങ്കിൽ ഉമിക്കരിയിട്ട് വലുതേക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം മാവലയിട്ട് തേച്ചവർ കാണുമായിരിക്കും. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ഓരോ കമ്പനിക്കാരൊരു കോലെടുത്ത് നമ്മുടെ കയ്യിലേക്ക് തന്നു. പിന്നെ ഇപ്പൊ അതുപോലും പിടിക്കാതെ ചിക്കൻ കാലുകൾ പിടിച്ചുകൊണ്ട് രാവിലെ എഴുന്നേക്കുന്ന മനുഷ്യര് പോലും ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ് ഈ സമൂഹത്തിൽ വളരുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. മിസ്അണ്ടർസ്റ്റാൻഡിങ്, മിസ്ഇന്റർപ്രിട്ടേഷൻ, മിസ്റെപ്രസെന്റേഷൻ, മൂന്നും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ തെറ്റായി പലതും മനസ്സിലാക്കുന്നു. പലയിടത്തും നമ്മൾ തെറ്റായ പ്രാതിനിധ്യങ്ങൾ കൊടുക്കപ്പെടുന്നു. പലയിടത്തും നമ്മൾ മിസ്ഇന്റർപ്രിട്ടേഷൻ നിർവഹിക്കുന്നു. വേദപുസ്തകത്തെ നമുക്ക് തോന്നിയതുപോലെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഒന്നല്ല. അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്, സഭയെ ചോദിച്ചാൽ എന്തിനെ കൊടുക്കരുത്? പിശാചിനെ കൊടുക്കരുത്. ദൈവത്തെ ചോദിച്ചാൽ പിശാചിനെ കൊടുക്കരുത്. ദൈവത്തെ ചോദിക്കുന്ന തലമുറ ഈ സമൂഹത്തിൽ ഉണ്ടാകണം. പക്ഷേ യേശു തമ്പുരാൻ ഒരു കാര്യം പറയുന്നുണ്ട്. പാമ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് ക്രിസ്തു പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ. അതെന്തോ പാമ്പിന്റെ ബുദ്ധിയുടെ പ്രത്യേകത എന്തുവാ? പാമ്പിന്റെ തലയ്ക്ക് അടി കൊള്ളാതെ പാമ്പ് നോക്കും. അതിന് ജീവന് തടസ്സം വരാതിരിക്കാൻ അതിന്റെ തല സംരക്ഷിക്കും. മനുഷ്യന് പാമ്പിന്റെ ബുദ്ധി വരണമെന്ന് പറഞ്ഞാൽ അത് ക്രിസ്തു പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ ജീവനെ സംരക്ഷിക്കണം, നമ്മുടെ തലച്ചോറിനെ സംരക്ഷിക്കണം, നമ്മുടെ ചിന്തകളെ സംരക്ഷിക്കണം. വെറുതെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. ചില മനുഷ്യര് ഭക്തരാന്ന് പറയും, പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മണിക്കൂറുകളോളം താടിക്കും കൈയും കൊടുത്ത് ഇനി എങ്ങനെയാണ് കർത്താവേ? പക്ഷേ പ്രാർത്ഥനയ്ക്ക് അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചെന്തുവാ? ലോകം എനിക്കൊരു ശാശ്വതമല്ലെന്ന് സ്നേഹം നിറഞ്ഞ യേശു ചൊല്ലിയിട്ടുണ്ട്. എന്ത് നമ്മൾ പാടിയേ? ലോകം എനിക്കൊരു. പിന്നെയും പാടി. പിന്നെ ഇച്ചിരൂടെ ആത്മാവ് കൂടിയപ്പം പറഞ്ഞു, ലോകമെനിക്കു വേണ്ട, ലോകത്തിൽ ഒന്നും വേണ്ട. പിന്നെ ആരുടെ കൂടെ പോണം? എന്നിട്ട് ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ ആലോചിക്കുന്നതിനാ? ഉച്ച കഴിഞ്ഞ് സീരിയൽ പെട്ടിയുടെ മുമ്പ് ഇരിക്കുന്ന എന്തിനാ? ലോകം എനിക്ക് വേണ്ട,
ലോകത്തിലൊന്നും വേണ്ട. ആരുടെ കൂടെ പോകണം? യേശുവിന്റെ പാത നോക്കി. അതുകൊണ്ട് പഴയ അപ്പച്ചന്മാരൊക്കെ സന്ധിക്ക് പാടും, സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഈ യാത്ര ഒരു കുരിശിന്റെ വഴിയാ, സഹനത്തിന്റെ വഴിയാ, സങ്കടങ്ങളുടെ വഴിയാ, കണ്ണുനീരുകൾ തരുന്നവരുടെ എണ്ണം കൂടുന്ന ഒരു സ്ഥലമായത്. ആരാ നമുക്ക് കണ്ണുനീര് എന്നെന്ന് പറഞ്ഞ് അവരെ ഓർത്ത് നമ്മളിവ മുടിഞ്ഞു പോണേ എന്ന് പറഞ്ഞ് ശപിച്ചുകൊണ്ടിരിക്കുന്ന അല്ല യഥാർത്ഥ ഭക്തിയും പ്രാർത്ഥനയും. ദിവ്യ കരുണയുടെ ദിവ്യാനുഭവം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. മീനെന്ന സഭയെ ചോദിച്ചാൽ പാമ്പെന്ന ബുദ്ധിയെ മാത്രം നൽകിക്കൊണ്ടിരുന്നിട്ട് കാര്യം പോരാ. ബുദ്ധി മാത്രം പോരാ ജീവിതത്തിൽ എന്നുള്ളത് നമ്മൾ ഓർക്കണം. പാമ്പിന്റെ 2-3 കാര്യം നമുക്കറിയാം. പകയുള്ള പ്രകൃതം പാമ്പിനുണ്ട്. പകയുള്ള പ്രകൃതം മനുഷ്യരിൽ ഏത് ജെൻഡറിൽ നോക്കിയാൽ അതുള്ളേ? പുരുഷനാണോ സ്ത്രീക്കാണെന്നുള്ളേ? പകയുള്ള ആർക്കാ? മറക്കാത്തത് ആരാ? മറക്കാത്തതാരാ? പുരുഷന്മാർക്ക് കിട്ടിയൊരു ഗ്രേസ് ആണ്, മറന്നുപോവില്ല. ഒരു വലിയ ഗുണമാണ് അത്, മറന്നുപോകും. അതിനകത്ത് ദോഷമുണ്ട്, വേറൊരു കാര്യം. പക്ഷേ ഇവിടെ നോക്കിയേ, പകയെന്ന പ്രകൃതം പാമ്പിനുണ്ട്. പാമ്പിന്റെ കയ്യിൽ ബുദ്ധിയുണ്ട്. നെഗറ്റീവ് സജഷൻസ് എപ്പോഴും തരുന്ന ആരായിരിക്കും? ഞാൻ മുമ്പേ പറഞ്ഞു, ഫാൾസ് പ്രചരിപ്പിക്കുന്ന ആളായിരിക്കും എപ്പോഴും നെഗറ്റീവായിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വി നീഡ് ടു റീപ്ലേസ് ഇറ്റ് വിത്ത് പോസിറ്റീവ് വൺസ്. നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ നെഗറ്റീവ് സജഷൻസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതെല്ലാം ഈ പരുമല പള്ളിയിൽ നിന്ന് പോകുമ്പോൾ മാറിപ്പോണം. പരുമല പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ പിശാചിനെയൊക്കെ മാറ്റി നിർത്തിയ ഞാൻ വളരെ 8 വയസ്സുള്ളപ്പോൾ മുതൽ പദയാത്രയ്ക്ക് പങ്കെടുക്കുന്ന ഒരാളാണ്. അന്ന് കൊല്ലം ഭദ്രാസനത്തിന് പദയാത്ര അടൂന്നാണ് തുടങ്ങുന്നത്. ആവേശം കൂടിയപ്പോൾ ഒരാൾ അന്ന് പുസ്തകമൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 2-3 പേജുള്ള ഇതൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ആവേശം കൂടിയപ്പോൾ ചെന്നിത്തല ആ വളവിന് വന്നപ്പോൾ ഒരുത്തം വിളിക്കുക, സാത്താനെ വിലയ്ക്ക് വാങ്ങിയ തിരുവേനിന്ന്. സാത്താനെ വിലയ്ക്ക് വാങ്ങിയ തിരുവേനി, അങ്ങനല്ല, സാത്താനെ വിലയ്ക്ക് മാറ്റിയ തിരുവേനി അതിനകത്ത് എഴുതിയേക്കുന്നേ. പക്ഷെ അവൻ ചൊല്ലിയത് എന്തോ അറിയാവോ? അവൻ ഈ വഴിയിലെ ഉണ്ണിയപ്പോക്ക് കണ്ട് ഇങ്ങനെ അതെല്ലാം ചിന്തിച്ചിട്ട് അവൻ ഉറക്കെ ചൊല്ലുക, സാത്താനെ വിലയ്ക്ക് വാങ്ങിയ തിരുവേനി. നമ്മുടെ പ്രാർത്ഥനയിൽ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകുമ്പോഴേ നമ്മൾ എന്തെല്ലാം പാടും, എന്തെല്ലാം പറയും. ചിലർ ഉറങ്ങിക്കൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നത് പലപ്പോഴും പലതരത്തിലുള്ള പ്രകൃതമായിരിക്കും. പോട്ടെ, ഞാൻ ആ ഭാഗം വിടുകയാണ്. മറക്കാത്ത പ്രകൃതം പാമ്പിനുണ്ട്. നെഗറ്റീവ് സജഷൻസ് തരും. ബുദ്ധി ഉണ്ടെന്ന് നടിക്കും. പകയുള്ള ജീവിയാണ് ഇത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ 15 വർഷം നീണ്ട ഗവേഷണം നടത്തിയിട്ട് ഗാർഡിനർ മർഫി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ ബുദ്ധിയെക്കുറിച്ച് എഴുതിയ ഒറ്റ വാക്കിങ്ങനെയാണ്. യഥാർത്ഥ ബുദ്ധി എന്താണെന്ന് എഴുതി അദ്ദേഹം. എന്തെന്നറിയാമോ? ഒരാൾക്ക് തൻ്റെ സാഹചര്യങ്ങളോടെ നന്നായി ഇണങ്ങിച്ചേരാനുള്ള കഴിവിനാണ് യഥാർത്ഥ ബുദ്ധി എന്ന് പറയേണ്ടത്. എന്തുവാ? ഒരാൾക്ക് അവരുടെ സാഹചര്യങ്ങളോടെ നന്നായി ഇണങ്ങിച്ചേരാനുള്ള കഴിവിനാണ് എന്താ പറയേണ്ടത്? യഥാർത്ഥ ബുദ്ധി എന്ന് പറയേണ്ടത്. അപ്പൊ യഥാർത്ഥത്തിന് ഈ ഭക്തിയിലൊരു ബുദ്ധി വേണം. ബുദ്ധി കൊണ്ട് ഭക്തിയെ പൊതിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ബുദ്ധി ഭക്തി കൊണ്ട് പൊതിയപ്പെടുമ്പോൾ നമുക്കൊക്കെ ലഭിക്കുന്ന ദൈവ ചിന്തയാണ് മുക്തി എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? ബുദ്ധിയെ ഭക്തി കൊണ്ട് പൊതിഞ്ഞ് ചില ബുദ്ധിയുള്ള മനുഷ്യര്, നല്ല ബുദ്ധിയുള്ള മനുഷ്യര് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരൊരു ബഹളവും കാണിക്കാതെയാണ് പ്രാർത്ഥിക്കുന്നത്. അവരെത്ര ശാന്തമായി നിൽക്കുന്നു. നമ്മുടെ ബുദ്ധിയെ ഭക്തി കൊണ്ട് പൊതിഞ്ഞ് അത് മുക്തിയാക്കി തീർക്കണം. സാൽവേഷനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. രക്ഷ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് രക്ഷ തന്നവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് രക്ഷിതാവ്. രക്ഷ തന്നവനെ വിളിക്കുന്ന പേരെന്തുവാ? പക്ഷെ ഇത് സുറിയാനി ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ച മാത്രമേ നല്ലപോലെ പറയത്തുള്ളൂ. അന്ന് പാടും രക്ഷിതാവീനെ. വേറെ ദിവസമൊന്നും കാണണ്ടേ? എല്ലാ വെള്ളിയാഴ്ചകളിലും എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ കൺമുമ്പിൽ നെഗറ്റീവ് എനർജികൾ വകഞ്ഞു മാറ്റിയിട്ട് രക്ഷിതാവായ തമ്പുരാൻ നമ്മുടെ ഉള്ളിലേക്ക് വരണം. രക്ഷിതാവിനെ കാണുക പാപി, മഹാപാപിയാണ്. വേദപുസ്തകത്തെ ഓർത്ത് നോക്കിയേ,
ഇത് മീനിനെ കുറിച്ച് പറയുമ്പോൾ ഞാനത് പറയാം, ബാക്കി കാര്യങ്ങൾ അവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ പ്രത്യേക ഒരു ഗാർഡിനർ മാർഫി പറയുകയാണ്, ബുദ്ധി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പഠനത്തിൽ പറഞ്ഞു, ഒരാൾക്ക് തൻ്റെ സാഹചര്യങ്ങളുമായി നന്നായി ഇണങ്ങിച്ചേരാനുള്ള കഴിവിന് പറയുന്ന പേരാണ് എന്ത്? ബുദ്ധി. അപ്പൊ വിവാഹം കഴിച്ചാൽ ഭാര്യ വീട്ടിലോ ഭർത്താവ് വീട്ടിലോ നമ്മൾ എവിടെ പോയാലും അവിടൊക്കെ ഇണങ്ങി എന്ത് ചെയ്യണം? ചേരണം. ചേർന്നില്ലെങ്കിൽ നിന്റെ വീട് എൻ്റെ വീട്, നിന്റെ അപ്പൻ എൻ്റെ അപ്പൻ, അങ്ങനൊക്കെ പലപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇണങ്ങിച്ചേരാൻ അനവധി തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് പാമ്പിന്റെ സ്വഭാവം. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. പക്ഷേ ഗാർഡിനർ മർഫി പറഞ്ഞു, അങ്ങനെ ബുദ്ധി വരുമ്പോ അത് വെറും ഒരു പഠനം, ബുദ്ധിശക്തിയെ മാത്രം ആശ്രയിച്ച് നിലനിൽക്കുന്നതല്ല. പുതിയ അധ്യയന വർഷം തുടങ്ങുന്നല്ലോ, പഠനം ബുദ്ധിശക്തിയെ മാത്രം ആശ്രയിച്ചല്ല പോകുന്നത്. അതുകൊണ്ട് ഒരു 7 തരങ്ങളിലെങ്കിലും നമ്മുടെ ബുദ്ധി പ്രധാനമായും പ്രകാശിക്കണം. അതിലൊന്ന് ഭാഷാപരം, ലിംഗ്വിസ്റ്റിക്. അവർ യഥാർത്ഥത്തിന് നല്ല എഴുത്തുകാരൊക്കെ ആകും. ഭാഷ എല്ലാവർക്കും പറയാനറിയാം, പക്ഷെ എഴുതാൻ അറിഞ്ഞുകൂടാങ്കിൽ എഴുത്തുകാരാകുകയില്ല. ലിംഗ്വിസ്റ്റിക്, അതായത് ഭാഷാപരമായ കഴിവ് വരണം. യുക്തിപരം, ലോജിക്കൽ, അവര് കണക്കിലൊക്കെ വലിയ ഗണിതശാസ്ത്രത്തിലൊക്കെ ഉന്നതരാകും. കലാപരം, ആർട്ടിസ്റ്റിക്, നല്ല കലയൊക്കെ വേണം. കുട്ടികൾ നമ്മുടെ ചുവരയിൽ ഒരു ചിത്രം വരച്ച് പഠിക്കട്ടെ, നമ്മുടെ ഭിത്തി ഒന്ന് പന്നലായാലും വേണ്ടിയല്ല, അവർ കലാപരമായി ഉയരട്ടെ. കലാപരമായി മാത്രം ഉയർന്നാൽ മതിയോ? ഭിത്തി മാത്രം കേടാക്കിയിട്ട് ഒരു പൈസ പോലും സമ്പാദിക്കാൻ അറിയാൻ വയ്യാത്തവനാണെങ്കിൽ കാര്യമില്ല. വീണ്ടും പറയാം, സംഗീതപരം, മ്യൂസിക്കൽ. ചിലര് ബാത്റൂമിൽ കയറുമ്പോൾ മാത്രമേ പാട്ട് പാടുകയുള്ളൂ, പേടിയാ. ബാക്കിയെടുത്ത് പാടുന്നിടത്തൊക്കെ പേടിയാണ്. മ്യൂസിക്കൽ, നമ്മളിൽ ഒരു താളബോധമുണ്ട്. ജീവിതം ഒരു സംഗീതമാണ്, അത് അലിഞ്ഞു ചേരണം. അദ്ദേഹം പറയുകയാ. വീണ്ടും പറഞ്ഞു കായികപരം, കെനസ്തറ്റിക്. എനിക്കറിയാം, ഒരു വിവാഹ ജീവിതം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറുടെ കുട്ടിക്കാലത്തിന്റെ പ്രത്യേകതയാണ്, ആ കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ കളിക്കാൻ, അദ്ദേഹത്തിന് ക്രിക്കറ്റ് ഇഷ്ടമായിട്ട് അദ്ദേഹത്തെ വിടാത്ത അമ്മയെ ഞാൻ നേരിൽ കണ്ടു. ആ അമ്മ പറഞ്ഞതാണ്, ഇവനെ ദൈവവേലയ്ക്കൂടെ വിടണമെന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് കളിച്ചു കഴിഞ്ഞാൽ അത് പോകുമെന്നും പറഞ്ഞാണ് വിടാതിരുന്നത്. പക്ഷേ ഇന്ന് ആ മനുഷ്യൻ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തിന്റെ ഒരു തലം ഈ ബാല്യകാലത്തിൽ കളിക്കാൻ വിടാതിരുന്നതാണ്. അതുപോലെ കായികപരം, പിന്നെ ബന്ധപരം. ബന്ധപരം എന്ന് പറയുന്നത് ഇന്റർപേഴ്സൺ. അവർ നല്ല രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും ആകും. അച്ഛന്മാർ രാഷ്ട്രീയവും സാമൂഹികവും മാത്രമായ പോരാ, അച്ഛന്മാരുടെ ഉള്ളിൽ ഏറ്റവും അവസാനമുള്ള വൈയക്തികം ഉണ്ടാകണം. ഇൻട്രാപേഴ്സൺ, ഒരു മുനി ഉള്ളിലുണ്ടാകണം. പരിമലത്തിരുമേനിയെ പോലെ ഒരു മുനി ഉള്ളിലുണ്ടാകണം. അപ്പൊ 7 കാര്യവും ചേർന്ന് വരുമ്പോ അയാള് നല്ല ഒരു പെർഫെക്റ്റ് ആയ വ്യക്തിയായി തീരാൻ സാധിക്കും. പക്ഷെ എന്തുകൊണ്ടോ ഇതിൽ ഏതെങ്കിലും 1 or 2 ഒക്കെ കാണും, ബാക്കിയൊന്നും കാണുകയില്ല. ഒരു നല്ല എഞ്ചിനീയർ, അയാൾ ഒരു പടം വരയ്ക്കണമെങ്കിൽ അയാൾക്ക് ഇച്ചിരി വല്ലതും വാങ്ങിച്ചു കൊടുക്കണം കുടിക്കാൻ, എങ്കിലേ അയാൾ പടം വരയ്ക്കുകയുള്ളൂ. നമ്മൾ ഓർത്ത് നോക്കണം. ചില 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 ബുദ്ധിജീവികൾ ഒരു ബാഗും ഒക്കെ ഇങ്ങനെ ഇട്ട് ഒരു കയ്യിൽ ഒരു കുടയൊക്കെ പിടിച്ച് ഒരു പ്രാകൃത രൂപത്തിൽ ഇങ്ങനെ കഞ്ചാവും വലിച്ചു നടന്നാൽ അതാണ് ബുദ്ധിയുടെ ഉറവിടമെന്ന് ചിലർ ചിന്തിക്കുകയാണ്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, പാമ്പിനെ കൊടുക്കരുത്. എന്ത് ചോദിച്ചാൽ? മീൻ ചോദിച്ചാൽ, സഭയെ ചോദിച്ചാൽ, ദൈവത്തെ ചോദിച്ചാൽ, അനുസരണത്തെ ചോദിച്ചാൽ അതിന് ഓപ്പോസിറ്റ് ആയത് കൊടുക്കരുത് എന്ന് പ്രത്യേകം ഈ സമയം ഓർമ്മിപ്പിക്കുകയാണ്. വെളിപാട് പുസ്തകം 12:9 പറയുകയാ, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് കാണുന്നു. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 11:14 പറയുകയാ, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിച്ചുവല്ലോ. സാത്താൻ താനും ഏത് വേഷം ധരിച്ചു? വെളിച്ചദൂതന്റെ ആ വേഷം ധരിച്ചല്ലോ. നമ്മൾ ഓർക്കണം, സാത്താനും ഇങ്ങനെ നല്ല വേഷമൊക്കെ ധരിച്ച് പുരോഹിതനാണ്, മേൽപ്പട്ടക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള പൈശാചികത ഉണർത്താതെ നമ്മിലുള്ള ദൈവികത്വത്തെ ഉണർത്തുവാനായി സാധിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13:27 കർത്താവിന്റെ അന്ത്യ അത്താഴ സമയത്ത് ആ അത്താഴ സമയത്ത് എല്ലാവർക്കും അദ്ദേഹം അപ്പം നുറുക്കി കൊടുത്തു. ഈ സമയം യൂദായും അടുക്ക വന്നു. അവിടെ പറയുന്ന ഒരു വാക്കിങ്ങനെയാണ്, ഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. കുർബാന ഭക്ഷിക്കുന്നവരിൽ ആര് വരും?
പിശാച് വരും. അല്ലേ? കുർബാന ഭക്ഷിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഭക്ഷിച്ചവന്റെ ഉള്ളിലും ആര് വരും? പിശാച് വരും. കർത്താവിന്റെ 12 ശിഷ്യനിൽ ഒരുവനായ കൈക്കാരനായ ആളിൽ എന്തു വന്നു? ആ അപ്പം കുർബാന ഉള്ളിലേക്ക് ചെന്നതുമല്ല, സാത്താൻ വന്നു. പക്ഷേ ഈ സാത്താൻ വന്നത് 11 ശിഷ്യന്മാർക്ക് അറിയാൻ പറ്റിയില്ല. ആർക്കൊക്കെ അറിയാൻ പറ്റുന്നറിയാമോ? യൂദായിക്കും മനസ്സിലായി, പിന്നെ ആർക്കും മനസ്സിലായി? ക്രിസ്തുവിനും മനസ്സിലായി. ഇവനിൽ ആരുണ്ടെന്ന് ആർക്കും മനസ്സിലായി. അതുകൊണ്ട് ആ ക്രിസ്തു ഉടൻ തന്നെ പ്രവാചക ദൗത്യത്തോടെ പറയുകയാണ്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്തു, എന്റെ നാഴിക അടുത്തിരിക്കുന്നത് കൊണ്ട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ശരിയായിട്ടും മീൻ ചോദിക്കുന്ന മക്കൾക്ക് എന്തിനെ കൊടുക്കരുത്? പാമ്പിനെ, പിശാചിനെ കൊടുക്കരുത്. നമ്മൾ അറിയാതെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന 2 അക്ഷരം വെച്ചുള്ള കുറേ വാക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഏതറിയാമോ? 2 അക്ഷരം എല്ലാവർക്കും ഇഷ്ടമൊക്കെ തോന്നുന്ന, അറിയാതെ പറഞ്ഞു പോകുന്ന വാക്കാ. അതിനകത്തെല്ലാം പൈശാചികതയാണ് കൂടുതലുള്ളത്. എന്തെന്നറിയാമോ? ഞാൻ പറഞ്ഞു തുടങ്ങാം. ബ്രാണ്ടി, വാറ്റ്, പിന്നെ കള്ള്, ബാറ്, ഷാപ്പ്, ഗ്ലാസ്, അതൊഴിക്കുന്ന ഗ്ലാസ്, പിന്നെ അതിലൊഴിക്കുന്ന വെള്ളം, അതിന് 2 അക്ഷരമേ ഉള്ളൂ. ഐസ്, സോഡ, പെഗ്, പൈന്റ്, ഹാഫ്, ഫുള്ള്, കിക്ക്, ഫിറ്റ്, വാള്. അത് കഴിഞ്ഞൊന്നാവും പാമ്പ്. എന്താവും? അതിന് എത്ര അക്ഷരമുണ്ട്? പാമ്പ്. ഇനി ഞാൻ അതിനെ കൂടെ ആഡ് ചെയ്യുകയാണ്. ഇതെല്ലാം ഇതിന്റെ ദുരിതങ്ങളെല്ലാം, ഈ 2 അക്ഷരങ്ങളുടെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഭാര്യയ്ക്കും എത്ര അക്ഷരമുണ്ട്? 2 അക്ഷരമേ ഉള്ളൂ. കണ്ടോ എന്തൊരു ദുരിതമാ! സഹനത്തിന്റെ ഈർച്ചകേടുകൾ അനവധി വരുത്തി ദുരിതത്തിന്റെ മഹാകയത്തിലേക്ക് വിടുന്ന ഒരു ജീവിത അനുഭവങ്ങളിലാണ് പിശാച് എപ്പോഴും മുന്നോട്ട് നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കണം. പുറപ്പാട് പുസ്തകം 4-ന്റെ 2, 3, 4 വാക്യങ്ങളിൽ പറയുകയാണ്. മോശയുടെ കാലഘട്ടമാണ്, മോശയുടെ പ്രവാചക ദൗത്യമാണ്. അവിടെ പറയുകയാണ്, വടി താഴെയിട്ടു, അതാരായി? പാമ്പായി. വാലെ പിടിച്ചു, അത് പിന്നെന്തായി? വാലെ പിടിച്ചപ്പോ അതെന്തായി? വടിയായി മാറി. സംഖ്യാപുസ്തകം 2:21-6 അതുകൊണ്ട് പറയുകയാ, യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പത്തെ അയച്ചു. യഹോവ ജനത്തിന്റെ ഇടയിൽ സർപ്പന്റ് ഓഫ് ബ്രോൺസ്. ഇപ്പോഴത്തെ കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ മാർപ്പാപ്പ സ്ഥാനം കിട്ടിയപ്പോ ആദ്യം നടത്തിയ പ്രസംഗം സർപ്പന്റ് ഓഫ് ബ്രോൺസ് ആയിരുന്നു. നമുക്കറിയാം, അവിടെ സർപ്പത്തിന്റെ കടിയേറ്റവർ പിത്തള സർപ്പത്തെ നോക്കി രക്ഷപ്പെട്ടു. പുതിയ നിയമ ക്രിസ്ത്യാനികൾ നമുക്ക് വേണ്ടി ഗോകുൽത്തായിൽ ഉയർത്തിയ ക്രിസ്തുവിന്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ രക്ഷയുടെ മഹത്തായ അനുഭവം നമുക്ക് ലഭിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്കൊരു ഏകദേശ രൂപം നമുക്ക് കിട്ടി. ഇപ്പൊ പാമ്പ് എന്താണെന്നൊക്കെ മനസ്സിലായല്ലോ. ഫിഷ് എന്താ, മീൻ എന്താണെന്നറിയാമോ? മീനിനെ കുറിച്ച് ഉള്ള 1-2 കൗൺസിലിംഗ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് മീനുമായിട്ട് ബന്ധപ്പെട്ട്. അതിലൊരെണ്ണം ഇങ്ങനെയാണ്, ഭർത്താവ് എങ്ങാണ്ട് പോയിട്ട് മീന് വാങ്ങിച്ച് ഇങ്ങനെ തെർമോക്കോളും ഒക്കെ ഇട്ട് കെട്ടി ഭയങ്കര വലിയ മീനെല്ലാം അങ്ങടെ വീട്ടിൽ കൊണ്ടുവന്നു. ഭാര്യയ്ക്കാന്നേ പണ്ട് മുതലേ ഒരു പ്രശ്നമുണ്ട്. എല്ലാ പ്രശ്നവും ബാല്യത്തിൽ തുടങ്ങിയതാ, സംശയമൊന്നുമില്ല. അത് നന്നായി കൗൺസിലിംഗ് നടത്തുമ്പോൾ മനസ്സിലാവും. ഈ സ്ത്രീയോട് വർത്താനം പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായി, ബാല്യത്തിൽ അമ്മ തളർന്നു കിടക്കുന്ന ഒരു അമ്മയായിരുന്നു. അമ്മയെ വളരെ ഇൻട്രസ്റ്റ് ഇല്ലാതെ, അത് മടുത്തുപോയ നോട്ടമായി പോയി കുറച്ച് കഴിഞ്ഞപ്പം. ബാല്യം മുതലേ ഒരമ്മയെ നോക്കേണ്ടത് കൊണ്ട് ഇഷ്ടപ്പെട്ട് ജോലി ചെയ്തില്ല, കഷ്ടപ്പെട്ട് എന്തോ ചെയ്തു. ഏതാ നല്ലത്? കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതാണോ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതാണോ? ഇഷ്ടപ്പെട്ട് ജോലി ചെയ്തില്ല, കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. അത് വളർന്നു വന്നപ്പോ എല്ലാം കഷ്ടപ്പാടായി നോക്കി. ദാ ഭർത്താവ് കൊണ്ടുവന്ന് വെച്ചിരിക്കും വലിയ മീന്. ഇത് ആരാ വെട്ടണ്ടേ? ഞാന്. ദേഷ്യമായി, ഭയങ്കര ദേഷ്യമായി. അയാള് പിന്നെ നാളിതുവരെ ആ വീട്ടിൽ മീൻ വാങ്ങിച്ചിട്ടില്ല. ആ വീട്ടിൽ എന്തോ വാങ്ങിച്ചിട്ടില്ല? മീൻ വാങ്ങിച്ചിട്ടില്ല. ഈയിടെയായിട്ട് ഈ ആന്റിക്ക് മീൻ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി. ഭർത്താവിന് ഒരു രക്ഷയില്ല. അയാൾ പറഞ്ഞു, ഇനി ഈ ഒരു സംഭവം ഇവിടെ വേണ്ട. അന്നേരത്തെ റിയാക്ഷൻ, റെസ്പോണ്ട് കൊണ്ട് റിയാക്ഷൻ ഉണ്ട്. റിയാക്ഷനൊക്കെ നെഗറ്റീവാ. അപ്പൊ റെസ്പോണ്ട് ചെയ്യുന്ന നമുക്കറിയാം. ഒരാളെ കേട്ടിരിക്കുമ്പോൾ നമ്മൾ നന്നായി കേട്ടിരുന്ന് നന്നായി മൂളി
നന്നായി അത് കേട്ടിരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സംതൃപ്തി റെസ്പോണ്ടാണ്. പക്ഷെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അന്നേരം കാണിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രസംഗം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരു റിയാക്ഷൻ എന്തെങ്കിലും കാണിക്കും. ഒരു പള്ളിയിലാണെങ്കിൽ ഇങ്ങനെ വാച്ചെടുത്ത് ഇങ്ങനെ നോക്കും ഒരാൾ, ഇങ്ങനെ. അതിൻ്റെ അർത്ഥം എന്താ അറിയാമോ? അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന പ്രസംഗിക്കുന്ന അച്ഛന് മനസ്സിലാക്കിക്കോണം എന്തുവാ സമയം പോയെന്ന് മനസ്സിലായി. നോക്കിയേ, അപ്പൊ റിയാക്ഷൻ ഈ സ്ത്രീയിൽ വന്നപ്പോഴ് അവരുടെ പ്രതികരണം കണ്ടിട്ട് പിന്നെ ആ വീട്ടിൽ മീൻ വാങ്ങിച്ചിട്ടില്ല. ഈ പാവ സ്ത്രീ കൊതി തോന്നിയല്ലേ, അവർ പോയി 100 രൂപയ്ക്ക് മീൻ, ചെറിയ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് റെഡിയാക്കി അങ്ങേർ കൊണ്ടു കൊടുത്തു. അയാൾ തൊട്ടതേ ഇല്ല. ഞാൻ ഈ സ്ത്രീയോട് ചോദിച്ചു, ഈ പുള്ളിക്കാരൻ മീൻ കഴിക്കത്തേ ഇല്ലേ? ആ പുള്ളിക്കാരോട് ചോദിച്ചോ, മീൻ വേണ്ടാന്ന് പറഞ്ഞാൽ മീനേ വേണ്ടെന്നോ? ഞാൻ ചോദിച്ചാ. അപ്പൊ പറഞ്ഞു, ഈ വീട്ടിലെ മീൻ വേണ്ട. അപ്പൊ മീൻ കഴിക്കുന്നുണ്ടോ അയാള്? ഉണ്ട്. ഈ വീട്ടിലെ മീൻ വേണ്ട. ഇത് കൊച്ചു കാര്യമാണെങ്കിലും മീനുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഇങ്ങനെ തിരുവനന്തപുരത്ത് വന്നിങ്ങനെ നീണ്ടകര വഴി വന്നപ്പോഴ് കണ്ട മീനെല്ലാം കൂടെ വാരിക്കലച്ച് ഒരു ഭർത്താവ് വാങ്ങിച്ചപ്പോ ഭാര്യ പറയുക, ഓ എന്തൊരു ദുരിതം, ഈ മനുഷ്യൻ വരാതിരിക്കുന്നതാണ് ഇതിനേക്കായി നല്ലത് എന്ന് ചിന്തിക്കുന്ന അനുഭവം. ഇവിടെ എല്ലാം നമ്മൾ സ്ത്രീകൾ അവരുടെ മനഃശാസ്ത്രത്തിൽ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യാതെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു തലം ഇങ്ങനെ വളരുന്നതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പോകട്ടെ, ഞാനതുകൊണ്ട് നിങ്ങളെല്ലാം കുറ്റം പറയുകയല്ല. നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്തു പഠിക്കണം, ഇഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കണം, ഇഷ്ടപ്പെട്ട് ജീവിക്കണം. കുട്ടികൾ അനവധി കുസൃതി കാണിച്ചാലും സഹനത്തോടെ ആ കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടണം. ഹൃദയത്തിൽ ആ കുട്ടികളാകണം. മുമ്പേ പറഞ്ഞ ശ്രവണവും കണ്ണും ഈ മൂക്കും ഈ നാക്കും ഈ കൈയുടെ ടച്ച് വരെ നമ്മുടെ ഹൃദയത്തിന് പൊക്കമുള്ള സ്ഥലത്തായിരിക്കുന്നേ. ബുദ്ധിപരമായി കാര്യങ്ങൾ ചിന്തിച്ച് ഹൃദയപൂർവ്വം പ്രവർത്തിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ആത്മീയത വളരെ പ്രധാനപ്പെട്ടതാണ്. പോകട്ടെ, മത്സ്യത്തെക്കുറിച്ച് നമുക്ക് പറയാം. ഫിഷ്. ആദ്യം വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 5-ാം അധ്യായം 1 മുതൽ 11 വരെ പറയുന്നു, ബോട്ട് ആൻഡ് ഫിഷ്. അവിടെ പറയുക, 2 പടകുകൾ കരയ്ക്ക് വന്നു. അതിൽ ശീമോനുള്ള പടക് മുന്നോട്ട് നീക്കിയിടാൻ കർത്താവ് പറഞ്ഞു. ആ പടകിൽ തമ്പുരാൻ കയറി. എന്നിട്ട് പറഞ്ഞു എന്താ പറഞ്ഞു? പടകിച്ചിലൂടെ മുന്നോട്ട് നീക്കിയിടണം കേട്ടോ, കരയിൽ തന്നെ കിടന്നാ പോരാ. വചനമാണ്, അത് ആത്മീയതയാണ്, അത് സ്പിരിച്വാലിറ്റിയാണ്. മുന്നോട്ട് നീക്കിയിട്ടു, വചനം പ്രസംഗിച്ചു. വചനത്തിന്റെ പ്രസംഗത്തിന് ശേഷം ഒരു വലിയ ആത്മീയ കൊയ്ത്താണ് വലതുവശത്തേക്ക് വലയിറക്കാൻ. രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും തമ്പുരാന്റെ വാക്കിന് എന്തിറക്കാം? ഇന്ന് ഈ പരിമല പള്ളിയിലിരുന്ന് ഇതുവരെ നിഷ്ഫലമെന്ന് തോന്നിയ ജീവിതങ്ങൾ തളിർക്കട്ടെ. ആത്മീയതയുടെ ആനന്ദം നിങ്ങളുടെ ഉള്ളിലേക്ക് വരട്ടെ. ദൈവത്തിന്റെ കൃപ ഏറെ പ്രവഹിക്കട്ടെ. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നേടിത്തരുന്ന ഒരു തമ്പുരാൻ നിന്റെ പടകിലിരുന്ന് പ്രസംഗിക്കുക. ഈ പ്രസംഗം നീ കേൾക്കണം. ആ പ്രസംഗിക്കുന്ന കർത്താവ് അവസാനം ഫലസമൃദ്ധിയുടെ ആധ്യാത്മികത നമ്മുടെ ഉള്ളിലേക്ക് വാരി വിതറുകയാ. 2 പടക് മുങ്ങുമാറാകി അല്ലേ, അത്രയ്ക്ക് മീൻകൂട്ടം. അപ്പൊ പാവം ശീമോൻ പറഞ്ഞു, നമ്മൾ ആദ്യം പ്രാർത്ഥിച്ച പോലെ പറഞ്ഞു, യേശുവേ പാപിയായ ഞാൻ മഹാഭാവിയാണ്, എന്നെ വിട്ട് പോകണേ. ഇതുകൊണ്ട് അച്ഛന്മാർ അവസാനം പറഞ്ഞേ, ഞാനോ ബലഹീനനും, ഓരോ റൂബ്രിക്സും ഓരോ ആരാധനയും അർത്ഥവത്താണ്, വേദപുസ്തക വെളിച്ചത്തിലാണ്. നിങ്ങൾ ഏതാണ്ടൊക്കെ ചൊല്ലി കൂട്ടുമല്ലയോ? എന്താ ചൊല്ലു പറയുന്നേ? വേദപുസ്തകം പറ മക്കളെ, വേദപുസ്തകമാണ് നമ്മൾ പറയുന്നത്. ഞാനോ ബലഹീനനും പാപിയുമായ ദാസൻ. സമൃദ്ധമായ ആത്മീയത തന്റെ ഉള്ളംകൈയിലെടുത്ത് അപ്പവീഞ്ഞുകളെ വാഴ്ത്തിയ പുരോഹിതൻ അവസാനം പറയുക, ഞാനോ ബലഹീനനും പാപിയുമായ ദാസൻ. നിങ്ങളുടെ പ്രാർത്ഥനയാൽ എനിക്ക് എന്തോ കിട്ടണം? നിങ്ങൾ പ്രാർത്ഥിച്ചോണം. അച്ഛന്മാരൊരു പ്രത്യേക ഫ്യൂഡലിസമാണ് എന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല. നമ്മുടെ തകർന്നു പോകാൻ സാധ്യതയുള്ള പൗരോഹിത്യത്തെക്കുറിച്ചും നമ്മുടെ സഭയെക്കുറിച്ചും പ്രാർത്ഥിക്കുന്ന ജനമുണ്ടാകണം. തളർന്നു പോകരുത്, തകർന്നു പോകരുത്, തളിരുകൾ കൂടുതൽ ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ ഈ വാക്കുകൾ ഓർമ്മിപ്പിക്കുക. വചനത്തിന് ശേഷമുള്ള പെരുത്ത മീൻകൂട്ടം, വചനത്തിന് ശേഷം കുറെ പിശാചിനെ അല്ല കൊടുക്കുന്നേ, പെരുത്ത മീൻകൂട്ടമാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. വീണ്ടും വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഉത്ഥാനം ചെയ്ത കർത്താവ്, അവിടെയും മുൻകൈ എടുക്കുന്നത് പത്രോസാണ്. ഉത്ഥാനം ചെയ്ത കർത്താവ് ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞപ്പോ
പത്രോസ്ലീഹ തന്റെ കൂട്ടുശിഷ്യന്മാരോട്, തന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുക. അപ്പൊ അവരെന്താ പറഞ്ഞു? ഞങ്ങളും വരുക, അല്ലയോ, ഞങ്ങളും വരുക. അവരും കൂടെ പോയി അധ്വാനിച്ചു. ഒന്നും കിട്ടിയില്ല. ദാ തമ്പുരാൻ കൂടെ നടന്നു, തമ്പുരാൻ കൂടെ വന്ന് നടന്നു, അവരോട് ചേർന്ന് നടന്നു. ഈ തമ്പുരാൻ അവരോട് സംസാരിച്ചിട്ട് വലതുവശത്ത് മീൻ പിടിക്കാനുള്ള വലയിറക്കാൻ പറഞ്ഞപ്പോ എത്ര മത്സ്യം കിട്ടിയെന്നാ പറയുന്നേ? 153 വലിയ മത്സ്യങ്ങൾ കിട്ടി. 153 വലിയ മത്സ്യങ്ങൾ കിട്ടി. ഒരു കപ്പൂച്ചൻ കത്തോലിക്ക അച്ഛൻ അതിനെ പറയുന്നത് 153 തരത്തിലുള്ള മത്സ്യം എന്നാ പറയുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും വല കീറാറാകത്തക്ക രീതിയിൽ വലയ്ക്കുള്ളിൽ എന്തുണ്ടായിരുന്നു? മത്സ്യം. വല എന്താണ്? സഭയ്ക്കയുടെ പ്രതീകമാണ്. ഈ സഭയ്ക്കുള്ളിൽ പെരുത്ത മീൻകൂട്ടം ആത്മീകതയുടെ അനുഭവമാണ്. ദ ഫിഷ് ബിക്കെയിം ദ സിംബൽ ഫോർ ക്രിസ്ത്യാനിറ്റി. ക്രിസ്തു മതത്തിന്റെ പ്രതീകമാണ് എന്ത്? ഈ മത്സ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗ്രീക്ക് വേർഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. മത്സ്യത്തെക്കുറിച്ച് പറയുന്ന ഗ്രീക്ക് വേർഡ് ഇക്തൂസ് എന്നാണ്. ICHTHUS എന്നാണ് എഴുതിയേക്കുന്നത്. അത് ഓരോന്നും എന്താ അറിയാമോ? I for ഈസൂസ് എന്ന് വെച്ചാൽ ജീസസ്, യേശു എന്നർത്ഥം. CH for ക്രിസ്റ്റോസ്, ക്രിസ്തു എന്നാണ് അർത്ഥം. അപ്പൊ I ഈസൂസ്, CH ക്രിസ്റ്റോസ്, TH തയോ, ഓഫ് ഗോഡ്, ദൈവത്തിൽ നിന്നുള്ളവൻ. വീണ്ടും പറയാ U for ഹൂയിയോസ്, സൺ, S for സൊറ്റേർ, സേവിയർ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങളിപ്പോ കാണാൻ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഈസൂസ്, ക്രിസ്റ്റോസ്, തയോ, ഹൂയിയോസ്, സൊറ്റേർ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം അറിയാമോ? ജീസസ് ക്രൈസ്റ്റ്, സൺ ഓഫ് ഗോഡ്, ഈസ് ദ സേവിയർ. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ. യേശു ക്രിസ്തു ആരാ? അതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോഴേ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേട്ടുകൊള്ള 1.5 കിലോ തൂക്കത്തിലിടരുത്. പിതാവിനും പുത്രനും ഇതുപോലുള്ള ഒരു സ്ഥലത്ത് പറഞ്ഞില്ലെങ്കിൽ അത് മോശമല്ലേ? നമ്മൾ ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയല്ല. യേശു ക്രിസ്തു ആരാണ്? ദൈവത്തിന്റെ പുത്രൻ. അവൻ നമ്മുടെ ആരാണ്? രക്ഷകൻ. അവൻ നമ്മുടെ ആരാ? രക്ഷകൻ. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ, അവൻ നമ്മുടെ രക്ഷകൻ. അതാണ് ഇക്തൂസ്. ഈ മീൻ എന്ന് പറയുന്ന വാക്കിൽ അടങ്ങിയിരിക്കുന്ന ഈസൂസ്, പിന്നെ ക്രിസ്റ്റോസ്, തയോ, സൺ ആൻഡ് സൊറ്റേർ, സേവിയർ എന്നുള്ളതാണ്. അതുകൊണ്ട് ഫിഷ് റെപ്രസെന്റ് ചർച്ച് ആസ് എ ഹോൾ. സഭയുടെ പ്രതീകമാ ക്രിസ്തു. മീൻ എന്ന് പറയുന്ന സഭയുടെ പ്രതീകമാ. മീൻ എന്ന് പറയുന്നത് ആരുടെ പ്രതീകമാ? സഭയുടെ പ്രതീകമാ. അതുകൊണ്ടാ യോന മത്സ്യത്തിന്റെ ഉള്ളിൽ വെച്ച് പ്രാർത്ഥിച്ചു. 3 നോമ്പി പറയും, കല്ലുകൊണ്ട് കെട്ടപ്പെടാത്ത പള്ളിക്കുള്ളിൽ വെച്ച് പ്രാർത്ഥിച്ചയാളാണ് യോന. കല്ലും മണ്ണും കൊണ്ട് കെട്ടിപ്പൊക്കാത്ത ഒരു പള്ളിയായിരുന്നു മത്സ്യത്തിന്റെ വയറ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആധ്യാത്മികത വളരെ ശ്രേഷ്ഠമാണ്. മീൻ ചോദിച്ചാൽ ആരെ കൊടുക്കരുത്? മീൻ ചോദിച്ചാൽ ആരെ കൊടുക്കരുത്? പാമ്പിന് കൊടുക്കരുത്. മീൻ ചോദിച്ചാൽ ആരെ കൊടുക്കണം? മീനിന് തന്നെ കൊടുക്കണം. ക്രിസ്തുവിനെ ചോദിച്ചാൽ ക്രിസ്തുവിനെ കൊടുക്കാൻ തയ്യാറാകണം. വീണ്ടും നോക്കിയേ, കടലിലെ വെള്ളത്തിലായി മീൻ കഴിയുന്നത്, സംശയമൊന്നുമില്ലല്ലോ, അല്ലേ? പക്ഷേ ക്രിസ്ത്യാനികൾക്ക് പൊതുവെ അറിയേണ്ട ഒരു കാര്യം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കടലിലെ വെള്ളത്തിൽ കഴിയുമെങ്കിലും മീന് വെള്ളമെല്ലാം കുടിക്കാറില്ല. കടലിലെ വെള്ളത്തിൽ കഴിഞ്ഞാലും കടലിലെ വെള്ളമെല്ലാം കുടിച്ചു വയറ് തീർപ്പിക്കാറില്ല. ഏത്? അങ്ങനെ മീൻ വയറ് നിറച്ച് വെള്ളം കുടിച്ചിരുന്നെങ്കിൽ ഉപ്പൂടെ ചേർന്ന 2 ഗുണമുണ്ടായിരുന്നു. നമ്മൾ മീൻകറി വെക്കുമ്പോൾ വെള്ളം ഒഴിക്കണ്ടായിരുന്നു, പിന്നെന്തുവാ? ഉപ്പ് ഒഴിക്കണ്ടായിരുന്നു. പക്ഷേ സുലഭമെന്ന് കരുതുന്നതിനെ ഉപേക്ഷിച്ചുകൊണ്ട് അത് തന്റെ രക്ഷയ്ക്ക് മുഖാന്തരമാക്കി തീർക്കുവാനായിട്ടാണ് ഈ മത്സ്യം എപ്പോഴും ചിന്തിക്കുന്നത്. നമ്മൾ ഓർത്തി, മനുഷ്യന് ഇങ്ങനെ കുയിലിനോട് പറയുക, നീ കറുത്തതല്ലായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. മനുഷ്യൻ ചെന്ന് കുയിലിനോട് പറഞ്ഞു, നീ കറുത്തതല്ലായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ചെന്ന് സമുദ്രത്തിനോട് പറഞ്ഞു, നിന്റെ വെള്ളം ഇത്ര ഉപ്പില്ലായിരുന്നെങ്കിൽ എത്ര
നല്ലതായിരുന്നു. കുയിലിനോട് പറഞ്ഞു നീ കറുത്തതല്ലായിരുന്നു എത്ര നല്ലതാ. സമുദ്രത്തോട് പറഞ്ഞു നിന്റെ വെള്ളത്തിൽ ഇത്ര ഉപ്പില്ലായിരുന്നെങ്കിൽ എത്ര നല്ലതാണ്. ഇനിയും ഈ മനുഷ്യൻ ചെന്ന് റോസാ ചെടിയോട് പറയുകയാ നിന്റെ ഉള്ളിൽ ഇത്രയും മുള്ളില്ലായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഇവര് 3 പേരൂടെ എഴുന്നേറ്റ് വന്നിട്ട് 3 പേരും കൂടെ മനുഷ്യനോട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? നിന്നിൽ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും നോക്കുന്ന ഈ ശീലമില്ലായിരുന്നെങ്കിൽ നീ എത്ര നല്ലത് ആയിരുന്നു. നമ്മളിങ്ങനെ പൂർണ്ണരാകാൻ ആഗ്രഹിക്കുന്നവരാ, പക്ഷെ അപൂർണതയെ നമ്മൾ സമ്മതിക്കുകയില്ല. ചില അപൂർണതകൾ നമ്മുടെ ആധ്യാത്മികതയാ. ചില പാപ സ്വഭാവം അല്ലെങ്കിൽ പാപിയാണെന്നുള്ള ബോധം നമ്മുടെ ആധ്യാത്മികതയാ. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ സമുദ്രത്തിലെ കിടക്കുന്നുവെങ്കിലും മത്സ്യത്തിന്റെ പ്രത്യേകതയാണ് അതെല്ലാം കുടിക്കാറില്ല. ഇതുപോലെ നമ്മൾ ഈ ലോകത്ത് ഒത്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളിതെല്ലാം ഒക്കെ ആർജിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കരുത്. ഈ ലോകത്ത് മീഡിയകളിലൂടെ ഒളിഞ്ഞിരിക്കുന്ന ഒളിക്യാമറകൾ വളരെ ശ്രദ്ധേയമാണ്. നല്ലവരെന്ന് തോന്നുന്ന മനുഷ്യരെ പോലും വഴിതെറ്റിച്ച് കളയുന്ന ഒരു അപജ വഴിയിലൂടെ യാത്ര ചെയ്യാനൊക്കെ ഇടയാകുന്ന അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് കടലിലെ വെള്ളത്തിൽ കഴിയുന്ന മീന് ആ വെള്ളം മുഴുവനും കുടിക്കാത്തതുപോലെ ഈ ലോകത്ത് മനുഷ്യര് നിയന്ത്രണ വിധേയരായി ജീവിക്കുവാനായി സാധിക്കണം. തിങ്കളാഴ്ച പ്രഭാത പ്രാർത്ഥനയിലൂടെ എഴുതി വച്ചിരിക്കുകയാണ്, ആഴിയുടെ കീഴിലുള്ള അഗാധ ഗർത്തങ്ങളിൽ നിന്ന് യൗനാൻ നിബിയോടുകൂടെ ഞാനും നിലവിളിക്കുക. എന്തെന്നാൽ പ്രവാഹങ്ങൾ എന്നെ വളഞ്ഞു, സംഹാരജീവി എന്നെ വിഴുങ്ങിക്കളഞ്ഞു, സമുദ്രത്തിന്റെ ഉള്ളിൽ ഞാൻ മുങ്ങിപ്പോയിരിക്കാൻ ഇതാ ഞാൻ നിസ്സഹായനായി പോയി. ആകയാൽ എന്റെ ജീവന്റെ പ്രശംസയായ യേശു തമ്പുരാനെ എന്നെ നാശത്തിൽ നിന്ന് കോരിയെടുക്കണേ. നമ്മൾ ഓരോ നിമിഷവും പ്രാർത്ഥിക്കണം. നാശത്തിൽ വീണു പോകാനുള്ള സാധ്യത ഏറെയുണ്ട്. ഇന്നലെ ഒരു പഠനം ഞാൻ കണ്ടു. അതിൽ പറയുന്നത് ഈ കടല് ഒക്കെ കാണാൻ പോകുമ്പോൾ ആ കടലിൻ്റെ അവിടുത്തെ മുക്കുവരായ ആളുകളൊക്കെ ചിലപ്പോൾ പറയും അങ്ങോട്ടങ്ങോട്ട് പോകല്ലേ എന്നൊക്കെ പറയും. ചില കടലിൽ പോകുമ്പോൾ അതിൻ്റെ ഗാർഡിനൊക്കെ നിന്ന് വിസിലടിക്കും. അങ്ങനെയുള്ള എന്താണെന്നറിയാമോ, ഈ വെള്ളത്തിനൊരു ആകർഷണമുണ്ട്. അവരിലേക്ക് വരുന്നവരെ ആകർഷിക്കുന്ന ഒരു തലം വെള്ളത്തിനുണ്ട്. അതിൻ്റെ അപായങ്ങളിൽ പോയി വീഴരുതെന്ന പ്രാർത്ഥനകളിലൊക്കെ എഴുതി വച്ചിരിക്കുന്നേ. 14 വയസ്സുള്ള ജിതിൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞ്, ഞാനിരുന്ന ഒരു പള്ളിയില് ഒരു ദിവസം അവൻ കടൽ കാണാൻ പോയി. അവനെ കാണാനില്ല. പിന്നെ പലരും അന്വേഷിച്ച് ആ സ്പോട്ട് കണ്ടിട്ട് ആ ചെളിയിൽ ആ മഡിൽ ആഴ്ന്നു പോകുന്നതല്ലാതെ അവന്റെ മൃതശരീരം പോലും കിട്ടുകയില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു. ആ വീട്ടില് പള്ളിയിൽ അച്ഛൻ എന്നുള്ള രീതിയിൽ ചെല്ലുമ്പോ തേങ്ങിക്കരയുന്ന പൊട്ടിക്കരയുന്ന അമ്മയുടെ മുമ്പിൽ 14 വയസ്സുള്ള ഈ കൊച്ചൻ, ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങൾക്കും ഇടപെടാത്ത ഒരു കൊച്ചൻ, വീട്ടിലെ കാര്യങ്ങൾ നന്നേ ശ്രദ്ധിക്കുന്ന കൊച്ചൻ, പശുവിന് പുല്ല് പറിച്ചു കൊടുക്കുന്ന കൊച്ചൻ, ചാണകം വാരുന്ന കൊച്ചൻ, അമ്മയ്ക്ക് ഏറെ സഹായമായി അപ്പന്റെ അപര്യാപ്തതകൾ പരിഹരിക്കുവാൻ കൂടെ നിൽക്കുന്ന കൊച്ചൻ. അവൻ നഷ്ടപ്പെട്ട അമ്മയെ ആശ്വസിപ്പിക്കുവാൻ ഒരു വാക്കുമില്ല. പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പൊതുവെ പറയാം, പക്ഷേ ഇവിടെ ഒരു വാക്കുമില്ലാത്ത നിമിഷങ്ങളിൽ ഇവൻ ആണ്ടുപോയിരിക്കുന്നത് വലിയ ചെളിയിലാണ്. അവന്റെ മൃതശരീരം പോലും കിട്ടുകയില്ല എന്ന് പറയപ്പെടുന്ന അനുഭവത്തിലാണ്. 2ാമത്തെ ദിവസം അവനെ ചൂണ്ടയിടുന്ന മുക്കുവർ അവരുടെ വലയിൽ കുരുങ്ങിയത് ഒരു മീനല്ല, ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ മുക്കുവർ അവരുടെ വള്ളത്തിൽ നിന്നുകൊണ്ട് ഒരു കൈകൊണ്ട് ഈ വലയധികം അനങ്ങാതെ മറ്റേ കൈകൊണ്ട് കയ്യിലിരിക്കുന്ന മൊബൈൽ വിളിച്ച് അവര് കോസ്റ്റൽ ഗാർഡ് വരുന്നതുവരെ അവരുടെ സഹനത്തിന്റെ വഴിയിൽ നിന്നുകൊണ്ട് ഈ കുഞ്ഞിനെ, അവൻ മരിച്ചുപോയെങ്കിലും അവന്റെ മൃതശരീരത്തെ അന്ത്യമായ ഒരു അഭിലാഷത്തിന് വേണ്ടി കിട്ടുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഞാൻ ഓർത്തു പോവുകയാണ്. ആഴങ്ങളിൽ നിന്ന് നിലവിളിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വളരെ ശ്രദ്ധേയമാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ശീമാ നമസ്കാരത്തിൽ വ്യാഴാഴ്ച എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നിനുവയിലെന്നോണം ഞങ്ങളിൽ അലിയണമേ, വിമുഖത പാപികളാം ഇവരിൽ കാട്ടിയിടരുതേ. ആഴത്തി നടിയാർ നിന്നെ വിളിക്കുന്നു, യോനയ്ക്കെന്നതുപോൽ ഞങ്ങൾക്കുത്തരമരുൾകാം.
ഈ കലാലയ വർഷമൊക്കെ ആരംഭിക്കുകയാണല്ലോ. അമ്മമാര് കണ്ണുനീരോടെ ആഴത്തീ നടിയാർ നിന്നെ വിളിക്കുന്നു. യോനയ്ക്ക് ഉത്തരം തന്നതുപോലെ തമ്പുരാനെ ഉത്തരവരുളണമേ. ഞങ്ങളുടെ കുട്ടികളുടെ പുറകെ നടന്ന് അവരുടെ വികൃതികൾ കണ്ട് നമ്മുടെ മനസ്സാലസ്യപ്പെടുകയല്ല വേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. അവിടെ ദൈവത്തിന്റെ കൃപയുണ്ടാകും. മത്സ്യത്തെ പിന്നെ നോക്കിയപ്പോൾ മത്സ്യത്തിന്റെ പ്രത്യേകത അറിയോ? നല്ല വേഗതയാണ്. എന്തോ രസമാ മത്സ്യം പോകുന്നത് കണ്ടാൽ. അതിനെ കണ്ടു നിൽക്കാൻ ഒരുപക്ഷെ അതൊരു രോഗമായി നമ്മുടെ യുവാക്കളിൽ വന്നപ്പോഴാണ്. എല്ലാം ഉണ്ടായിട്ടും തൻ്റെ വീട് വിട്ടിറങ്ങി ചൂണ്ടയെടുത്തോണ്ട് ചിലയിടത്തൊക്കെ ചെന്ന് വെള്ളപ്പാച്ചിലിൽ വീണു പോകുന്നുണ്ട്. ഇപ്പോഴ് ഓർത്തു നോക്കിയേ, ആ വീട്ടിൽ യവൻ കൊണ്ടുവച്ച മീനൊന്നും കറി വെച്ചിട്ടൊന്നും സാധിക്കാനല്ല. അമ്മമാരെ നിരാശപ്പെടുത്തുന്ന, ചെറുപ്പത്തിലുള്ള യുവതിയായിരിക്കുന്ന ഭാര്യയെ നിരാശപ്പെടുത്തുന്ന, അങ്ങനെ സമൂഹത്തെ ആകെ നിരാശപ്പെടുത്തുന്ന ഒരു തലമുറ വളരുന്നുണ്ട്. പക്ഷേ മത്സ്യം എന്ത് വേഗതയിലാണ് പോകുന്നത് തൻ്റെ ജീവിതം. അത് നമ്മുടെ ജീവിതത്തിൽ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നലേക്കാൾ ഇന്നു ഞാൻ പ്രിയൻ നാടിനോട് ഏറ്റവും അടുത്തു എന്നുള്ള ആ വേഗതയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇച്ചിരൂടെ വേഗത, ഇന്നലത്തേക്കാൾ ഇച്ചിരൂടെ വേഗത. അങ്ങനെ വരുമ്പോൾ പ്രായം കൂടിയാലും യൗവനമായിരിക്കും നമ്മൾ, അല്ലേ? പ്രായമേറെ കൂടിയാലും യൗവനമായിരിക്കും. കാരണം അമ്മച്ചി വന്നിരിക്കുന്നുണ്ടോ, നമ്മുടെ പള്ളിയിൽ ഒരു അലങ്കാരമായി ചട്ടയും മുണ്ടും കൊടുത്ത് അമ്മച്ചി വന്നിരിക്കുന്നുണ്ടോ. അമ്മച്ചിക്ക് പല്ലൊന്നുമില്ലെങ്കിലും ആ ചിരിയും സന്തോഷത്തോടെ വചനത്തെ സ്വീകരിക്കുന്ന ഒരു ഉല്ലാസം, ഒരു ഉത്സാഹം ജീവിതത്തിൽ ഓർക്കണം. അപ്പൊ വേഗത കൂടുതൽ നമുക്കുണ്ടാകണം. കുറച്ചുകൂടെ ഇന്നലത്തേക്കാൾ കുറച്ചുകൂടെ സ്പീഡിൽ പോകണം. അത് ചില കാര്യങ്ങളിൽ ചിലർക്ക് വേഗതയുണ്ട്. കുണ്ടികുലുക്കി പക്ഷിയെ പോലെ ചിലരിങ്ങനെ ഓടുക, ഒരു കാര്യമില്ല. അവിടെ ചില അമ്മമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് 100 കൂട്ടം ജോലിന്ന് 2 എണ്ണം ചെയ്ത് 98 പറഞ്ഞു കേട്ടിട്ടില്ല. എപ്പോഴും പറയാ 100 കൂട്ടം ജോലി എന്ന് പറയുക. നമ്മുടെ ജീവിതത്തിന് കുറച്ചുകൂടെ വേഗത വരട്ടെ. നമുക്ക് കുറച്ചുകൂടെ വേഗത ജീവിതത്തിന് അർത്ഥവത്തായി. നമുക്ക് എന്തായാലും നമ്മൾ എന്തായാലും ഒരിക്കൽ മരിക്കും, അല്ലേ? ചില ഈ ഇരുമ്പ് ആയുധങ്ങളെ കുറിച്ച് പറയും. ഇരുമ്പ് ഉപയോഗിക്കാതിരുന്നാൽ തുരുമ്പിച്ച് അതില്ലാതാവും. ഉപയോഗിച്ചാലോ അത് ഉപയോഗിച്ച് തേഞ്ഞില്ലാതാകും. അപ്പൊ ജീവിതത്തിൽ എപ്പോഴും ഓർക്കണം, നമ്മൾ ഉപയോഗിക്കപ്പെട്ട് ഈ സമൂഹത്തിന് അതിന്റെ മാക്സിമം ഉപയോഗിക്കപ്പെടുന്ന വേഗത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. നല്ല കേൾവിയെക്കുറിച്ച് യാക്കോബ് പറഞ്ഞു, കേൾപ്പാൻ വേഗത, മറുപടി പറയാൻ നമുക്ക് തിരിച്ചാ കിട്ടിയേക്കുന്നത്. നമ്മളൊന്നും കേൾക്കുകയല്ല, പെട്ടെന്ന് മറുപടി പറയും. അതാ കുഴപ്പം. നമ്മുടെ അബദ്ധ വഴിയിലൂടെ പലപ്പോഴും നമുക്ക് പല ഫ്രണ്ട്ഷിപ്പുകൾ നഷ്ടപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ പലരും നമുക്ക് ശത്രുക്കളാകുന്നു. കേൾപ്പാൻ വേഗത, മറുപടി പറയാൻ താമസം. മീനിന്റെ വേഗത ജീവിതത്തിൽ ഉണ്ടാകണം. സഭയുടെ ഈ കാലഘട്ടത്തിലെ മിഷനുകളെ തിരിച്ചറിയണം. ഏറ്റവും അവസാനമായി ക്രിസ്തുവിലുള്ള രക്ഷ വിശുദ്ധ മാമോദീസായിലൂടെയാണ്, അല്ലേ? അപ്പൊ നമുക്ക് സാൽവേഷൻ ഇൻ ക്രൈസ്റ്റ് ത്രൂ വാട്ടർ. മാമോദീസ നടക്കുന്ന എവിടെയാ? വെള്ളത്തിൽ ആര് വസിക്കുന്നത്? മീനും എവിടെ വസിക്കുന്നത്? വെള്ളത്തിലാ വസിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഫിഷ് ആർ സേവ്ഡ് ഇൻ വാട്ടർ. മീനുകൾ മത്സ്യത്തിൽ രക്ഷപ്പെടുന്നത് പോലെ ആൻഡ് വി ആർ സേവ്ഡ് ഇൻ വാട്ടർ ത്രൂ ജീസസ് ക്രൈസ്റ്റ്. വെള്ളത്താലും ആത്മാവാലും. വീണ്ടും 30 വയസ്സിൽ പോയി ബോണഗൈനാണോ? അല്ല. ഒരിക്കൽ ജനിച്ചവൻ. നമ്മളെപ്പോഴും വിശ്വാസ പ്രമാണം ഓർക്കണം. വിശ്വാസ പ്രമാണത്തിൽ 4 കണ്ണികയുണ്ട്. ഒന്നാമത്തെ കണ്ണികയിൽ പിതാവാ ദൈവത്തെക്കുറിച്ച് പറയും. രണ്ടാമത്തെ കണ്ണികയിൽ പുത്രൻ തമ്പുരാൻ. അതിച്ചിരി കണ്ണിക കൂടുതലാ. അതെന്താ കാര്യം എന്നറിയാമോ? മനുഷ്യാവതാരവും ദൈവ അവതാരവും ഒരുപോലെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് കുസ്തന്തീനോസ് പോലീസ് ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ സുന്നകദോസുകളിലൂടെയൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ട ആ മനുഷ്യാവതാര സംജകൾ അതിൽ ചേർത്തിരിക്കുക. മൂന്നാമത്തെ കണ്ണിക ആർക്കുള്ളതാ? മൂന്നാമത്തെ കണ്ണിക ആർക്കുള്ളതാ? പരിശുദ്ധാത്മാവിന്, അല്ലെ? സകലത്തെയും ജീവിപ്പിക്കുന്ന എന്ന് പറഞ്ഞ സകലത്തെയും ജീവിപ്പിക്കുന്ന. അപ്പൊ ഇവിടെ ആത്മാവുണ്ട്, ഇവിടെ ജീവനുണ്ട്. ആത്മാവുണ്ടെങ്കിൽ ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ഇവിടെ എഴുന്നേറ്റ് പോകുമ്പോൾ നല്ല രസമായിട്ട് പോകണം. സ്വർണ്ണ വെള്ളിയാഴ്ച മുടന്തനായ മനുഷ്യൻ ദേവാലയത്തിൽ നിന്ന് പത്രോസ് ശ്ലീഹായുടെ ശക്തിയാൽ എഴുന്നേറ്റ് പോയ പോലെ നമ്മൾ വളരെ അനുഗ്രഹത്തോടെ പോകണം. നോക്കിയ 4-ാമത്തെ കണ്ണിക ആർക്കുള്ളതാ? പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രം. അപ്പൊ സഭയുടെ യഥാർത്ഥപ്പെട്ട വിശ്വാസം എന്തൊക്കെയാ? തൃത്വം, മാമോദീസ. തൃത്വം,
അതുകൊണ്ടാണ് നമ്മൾ പറയാം യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയരുത്. പിന്നെ ആരുടെ നാമത്തിൽ എന്ന് പറയാം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തുടങ്ങണം, അതുപോലെ തന്നെ അവസാനിക്കണം. പിന്നെ മാമോദീസയാണ്. മാമോദീസായുടെ പ്രത്യേകത അത് വെള്ളത്തിലാണ് മാമോദീസ മുങ്ങുന്നതെന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ആ വെള്ളത്തിൽ ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച് ബോധ്യം വേണം. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ വളരെ നിങ്ങൾക്ക് പരിചിതമാണ്. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേര്. അല്പജനം എന്ന് വെച്ചാൽ എത്ര പേരുണ്ട്? ഏത് പെട്ടകമാ? നോഹയുടെ പെട്ടകം. അവിടെ നോഹയും ഭാര്യയും പിന്നെ ഷേം, ഹാം, യാഫത്ത് എന്ന് പറയുന്ന 3 പേര്, അവരുടെ ഭാര്യമാര്. അപ്പൊ മൊത്തം എത്ര പേരായി? ഇപ്പൊ 8 പേര് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ പഴയ പെട്ടകത്തിന് സമാനമായി അല്ലേ? പല വീട്ടിലും 8 പേരില്ല, അതിൽ താഴെ ഉള്ളൂ. പോട്ടെ, ഞാൻ പറഞ്ഞു 8 പേർ എന്ന് വെച്ചാൽ ആ പെട്ടകത്തിന് അല്പദിനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് പുതിയ നിയമത്തിൽ പത്രോസ് ലീഗ പറയുകയാണ് അത് സ്നാനത്തിനൊരു മുൻകുറി. ആ സ്നാനത്തിന് എന്തുവാ മുൻകുറി? സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ. നല്ല മനസാക്ഷി കിട്ടാനുള്ള അപേക്ഷയാണ് സ്നാനം. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ നമ്മയും രക്ഷിക്കുന്ന ആ സ്നാനം വെള്ളത്തിലാണ് നടക്കുന്നത്. മീൻ എവിടെ വസിക്കുന്നത്? വെള്ളത്തിലാണ്. മീൻ വെള്ളത്തിൽ രക്ഷപ്പെടുന്ന പോലെ ഓരോ വിശ്വാസിയും ക്രിസ്തുവിൽ കൂടെ സ്നാനത്തിൽ രക്ഷപ്പെടണം. 21 വർഷം മുമ്പ് ഒരു മാവേലിക്കരയിലെ ഒരു കുഞ്ഞ് കണ്ടിയൂർ ആശുപത്രിയിൽ ജനിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആശുപത്രിക്കാർ തള്ളിവിട്ടു. ആ കുട്ടിയെ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഒരു ദിവസം കഴിയുന്നതിന് മുമ്പ് ആ കുട്ടിയെക്കുറിച്ച് ഡോക്ടർമാർ പറഞ്ഞു ഈ കുട്ടി 24 മണിക്കൂർ വരെ ജീവിച്ചിരിക്കുകയുള്ളൂ, മരിച്ചു പോകും. അപ്പോൾ ഈ കുട്ടി മരിച്ചു പോകും എന്നുള്ളത് വളരെ കൺഫേം ആയപ്പോൾ ആ കുട്ടിയുടെ അപ്പൻ്റെ അപ്പൻ കരഞ്ഞുകൊണ്ട് പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു എങ്ങനെയും എൻ്റെ കുഞ്ഞിനെ മാമോദീസ മുക്കണം. എന്നിട്ട് ഈ കുഞ്ഞിനെ മാമോദീസ മുക്കി ആ കുഞ്ഞ് മരിക്കുമ്പോൾ ഈ പള്ളിയുടെ സെമിത്തേരിയിൽ അടക്കണം. അന്ന് മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ അധിപൻ പൗലോസ് മാർ പക്കൂമോസ് തിരുമേനിയാണ്. തിരുമേനിയോട് ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു കുഴപ്പമില്ല, ബേസിനുമൊക്കെ കരുതി ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഒക്കെ എടുത്ത് അവിടെ ചെന്ന് മാമോദീസ നടത്താൻ പറഞ്ഞു. മാമോദീസ നടത്തുമ്പോൾ പുഷ്പഗിരി ആശുപത്രിയുടെ ICUവിൽ ഒരു മരിക്കാൻ പാകമായി കിടക്കുന്ന കുഞ്ഞിൽ റൂഷ്മ ചൊല്ലുമ്പോൾ യഥാർത്ഥത്തിലൊരു മാമോദീസ അതിനു മുമ്പും പിമ്പും ഞാൻ നടത്തിയിട്ടില്ല. ശരിയായിട്ടും നടത്തിയിട്ടുണ്ട്, അത് മറ്റൊരു തലത്തിലായിരിക്കാം. ഇത് വളരെ വേദനയോടെ ഒരു മാമോദീസ നടത്തി. ആ കുഞ്ഞിൻ്റെ മാമോദീസ നടത്തി ഞാൻ പുറത്തിറങ്ങി നേഴ്സുമാരോടും ഡോക്ടർമാരോടും ഒക്കെ സംസാരിച്ചു. കുറച്ചു നേരമൊക്കെ അവിടെ നിന്നു. പിന്നെ അതിനെ ഇങ്ങനെ എപ്പോഴും മണിക്കൂറുകൾ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നു. വീട്ടിൽ അതിൻ്റെ ചുമതലപ്പെട്ട ആശുപത്രിയിലുള്ളവർ വിളിച്ചുകൊണ്ടിരുന്നു. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 48 മണിക്കൂർ പറഞ്ഞു, 3 ദിവസം പറഞ്ഞു, 5 ദിവസം പറഞ്ഞു. ഇന്നും നമ്മുടെ മദ്ബഹായിലെ ഒരു ശുശ്രൂഷകനായി ആ കുട്ടി ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കൂദാശയുടെ വലിയ സത്യം. അതുകൊണ്ട് മാമോദീസ എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ള ഒരു തലമല്ല. ചിലപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചില ആമ്പിള്ളാർ വിളിക്കും, ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് പറയും അച്ഛാ പ്രാർത്ഥിക്കണേ, ഭാര്യ ഡെലിവറി സമയം അടുത്ത് വരുന്നു. ഞാൻ തമാശയ്ക്ക് തിരിച്ച് പലരോടും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എടാ നീ എന്നാ വരുന്നേ? അപ്പൊ അവൻ പറയും ഞാനെന്തിനാ അച്ഛാ ഇപ്പൊ വരുന്നേ? ഞാൻ വരും. എപ്പോഴാ? മാമോദീസായ്ക്ക് വരും, സെലിബ്രേറ്റിംഗ് മൂഡിൽ വരും. മനസ്സിലായില്ലേ? സെലിബ്രേറ്റ് ചെയ്യാനായി നമ്മുടെ കൂദാശകളെ പരിമിതപ്പെടുത്തിയപ്പോൾ എവിടൊക്കെയോ നഷ്ടപ്പെട്ട ഒരനുഭവം. അവിടെ മീൻ ചോദിച്ചാൽ നമ്മൾ എന്തിനെ കൊടുക്കരുത്? പാമ്പിനെ കൊടുക്കരുത്. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗത്തിലെ പിതാവ് അനുദിനം പുതുക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ തന്നുകൊണ്ടേയിരിക്കും. ആത്മാവിൻ്റെ പുതുക്കത്തിൽ ഈ പുതു അനുഭവങ്ങൾ നേടുവാൻ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരവസരം കൂടെ പരിമലയിൽ ധ്യാനത്തിന് ലഭിച്ചതിൽ അങ്ങേയറ്റം ദൈവത്തിന് നന്ദി സമർപ്പിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ച റമ്പാച്ചനോടും എല്ലാ വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരോടും ശ്രദ്ധ തന്ന്, ശ്രവണം തന്ന്, കണ്ണ് തന്ന്, മൂക്ക് തന്ന്, നാക്ക് തന്ന് സ്പർശനാത്മകമായിരുന്ന ഈ ജനത്തോടും നന്ദി സമർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.